سبيلك ربنا اطمس على أموالهم واشدد على قلوبهم فلا يؤمنوا حتى يروا العذاب الأليم. മൂസ നബിയുടെ ദുആയാണ്. റബ്ബനാ ഇന്നക അതൈത ഫിർഔൻ, പടച്ചോനെ നീ ഫിർഔന്റെ അടുക്കലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നിന്റെ സന്ദേശം ഇതാ ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കാൻ അവന്റെ ആളുകളുടെയും അടുക്കൽ അവന് നീ കൊടുത്തു. ഇന്നക അതൈത ഫിർഔന, നീ ഫിർഔന് കൊടുത്തു അവന്റെ ആളുകൾക്കും സീനത്തൻ വ അംവാലൻ ഫിൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ജീവിതത്തിലുള്ള സകല സ്വത്തും നീ അവന് കൊടുത്തു. ആഡംബരങ്ങൾ അത്രയും എവിടെയാണ്? മൂസയുടെ സമക്ഷത്തിലല്ല, ഫിർഔന്റെ സമക്ഷത്തിലാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹായ പ്രവാചകൻ തൗഹീദുമായി വരുമ്പോ ആളുകളെ വിളിച്ചുകൂട്ടി രാഷ്ട്രീയ ബോധത്തോടുകൂടെയായിരുന്നു ഫിർഔന്റെ പ്രസംഗം. ഈ നദിയും ഈ കാണുന്ന തോട്ടങ്ങളും ഈ കാണുന്ന മഹാസാമ്രാജ്യവും ആരുടേതാണ് എന്ന ചോദ്യം. ഫറോവയുടെ ആളുകൾക്കുടേതാണ്. എന്റേതെങ്കിൽ പിന്നെ മൂസക്ക് എന്താണ് ഇതിൽ അവകാശം? മൂസ ഒരു പടച്ചവനെ കൊണ്ടുവന്നിരിക്കാൻ, ഞാനല്ലേ പടച്ചവൻ എന്നായിരുന്നു ആര് ചോദിച്ചത്? ഇവിടെ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആയാണ്, അല്ലാഹുമ്മ ഇന്നക അതൈത ഫിർഔന, പടച്ചവനെ നീ ഫിർഔന് കൊടുത്തു, വമലഅഹു, അവന്റെ ആളുകൾക്കും, അവന്റെ കുറെ കുബേരന്മാരായ ആളുകൾക്കും കൊടുത്തു. മലഅ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുമാതിരി സമൂഹത്തിൽ പ്രമാണിയായ ആളുകൾക്കാണ് മലഅ് എന്ന് പറയാം. മലഅ് എന്നതിന്റെ നേരർത്ഥം നിറവ് എന്നാണ്. നിറവ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഭാഷാപരമായ ആലങ്കാരിക പ്രയോഗം എന്ന നിലക്ക് പറയാറില്ലേ, ഈ സദസ്സിന്റെ നിറസാന്നിധ്യമായ മഹാനവറുകൾ അല്ലെ. ആള് വലിയ പൊക്കവും തടി ഉണ്ടായതുകൊണ്ടാണോ നിറസാന്നിധ്യം എന്ന് പറയണേ? അല്ല, മറിച്ച് അത് ആ ആളുടെ സാമൂഹിക ജീവിതത്തിന്റെ വലിപ്പത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇവിടെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ആണ്, അല്ലാഹുമ്മ അതൈത ഫിർഔന വ മലഅഹു, പടച്ചവനെ ഫിർഔനും അദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന ആളുകൾക്കും നീ കൊടുത്തിരിക്കുന്നു, നീ സീനത്ത് കൊടുത്തു, ഭൗതിക ജീവിതത്തിന്റെ ആഡംബരം കൊടുത്തു. അപ്പൊ മറുവശത്ത് ആഡംബരം ഇല്ലാതെ നിൽക്കുന്നത് ആരാ? അള്ളാഹുവിന്റെ പ്രവാചകൻ. മൂസ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അള്ളാഹുവിന്റെ പ്രവാചകൻ. അതായത് ആഡംബരങ്ങൾ ഏതുമില്ലാതെ അള്ളാഹുവിൽ മാത്രം സമർപ്പിതമായ മനസ്സോടെ സയ്യിദുനാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാം കയ്യിലാക്കിയിരിക്കുന്നു. എന്തിനാ ഇതെല്ലാം നിന്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ വഴിപിഴപ്പിക്കാനാണ്. ഇത് ഉപയോഗിച്ച് അവൻ എന്തേ ചെയ്യുന്നത്? ആളുകളെ മുഴുവനും പറയുന്നു, ഞാനാണ് രാജാവ്, ഞാനാണ് പടച്ചോൻ, അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് എല്ലാത്തിലും വലിയ അള്ളാഹു എന്ന് പറയാണ്, പടച്ചോൻ എന്ന് പറയാം. അതുകൊണ്ട് റബ്ബന തുമിസ് അലാ അംവാലിഹിം, പടച്ചവനെ നീ ഇവന്റെ സ്വത്തുക്കളുടെ മേൽ നീ ശിക്ഷ നടപ്പിലാക്കണം. വസ്ദുദ് അലാ ഖുലൂബിഹിം, അവന്റെ ഹൃദയങ്ങളെ പേടിപ്പിക്കണം. അവിടെ നീ അതിന്റെ ശക്തി കാണിക്കണം. അലീം, അങ്ങനെ അവർ ഈ അദാബുകൾ അവർക്ക് കൊടുക്കണം എന്ന ദുആ ചെയ്തത് മൂസ നബിയാണെന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ ഖുർആൻ, അതായത് അള്ളാഹു തന്നെ പറയുന്നു, വഖദ് ഉജീബത്ത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ അള്ളാഹു സ്വീകരിച്ചിട്ടോ. ആരാ രണ്ടുപേര്? മൂസനബിയും ഹാറൂൻ നബിയും അലൈഹിസ്സലാം. അപ്പോ ദുആ ചെയ്തത് മൂസ നബി. പടച്ചോൻ എന്തേ പറയുന്നത്? വഖദ് ഉജീബത്ത് ദഅവതുകുമാ, നിങ്ങൾ രണ്ടുപേരുടെയും ദുആ അല്ലാഹു എന്ത് ചെയ്തു? സ്വീകരിച്ചു. നിങ്ങളുടെ ദുആയിന് ഉത്തരം നൽകപ്പെട്ടു കഴിഞ്ഞു. അതായത് ഫിർഔനെ ശിക്ഷിക്കാനുള്ള പണികൾ അല്ലാഹു തുടങ്ങി, ഭാവി അല്ലാഹു അതിന്റെ ഏർപ്പാടുകൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് ആരോട് പറയുന്നു? മൂസ നബി അലൈഹിസ്സലാം. അപ്പൊ ഒരാൾ ദ്വാരക്കുകയും മറ്റാൾ എന്ത് ചെയ്യുന്നു? ആമീൻ പറയുകയും ചെയ്യുന്നു. അപ്പോ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നയാൾ, അല്ലെ? നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്നയാൾ, ഈ ഇമാമത്ത് നിൽക്കുന്നയാൾ ദുആ ചെയ്യുമ്പോ മറ്റുള്ളവരെന്ത് പറയണം? ആമീൻ പറയണം, അല്ലെ? അങ്ങനല്ല വേണ്ടത്. ഏറ്റവും നല്ല ദുആയിൽ ഇജാബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ഏത് ദുആയാണ്? നമസ്കാരത്തിന് ശേഷമുള്ള ദുആയാണ്. ദുബറ കുല്ലി സ്വലാത്തിൻ, അദ്വാ ദുബറ കുല്ലി സ്വലാത്തിൻ, നമസ്കാരത്തിന്റെ ഒക്കെ പിന്നിൽ വരുന്ന ദുആ അള്ളാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന ദുആ ആണ്. അവിടെ ഇമാമാക്കി നിനക്ക് അയാളെ സങ്കല്പിക്കാനും കരുതാനും പറ്റുമെങ്കിൽ അതിനുശേഷം അയാൾ ദ്വാരക്കുമ്പോ അയാളുടെ കൂടെ ഇമാമത്ത് നിന്നയാൾക്ക് ആമീൻ പറയാനും കൂടി പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാ? ഏത് മതദർശനാണോ നിന്നെ ഇങ്ങനെ ഉടനെ
ഇമാമ് ആമീൻ ദുആ ചെയ്യുന്ന സമയത്ത് അവൻ എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ, അങ്ങനെയൊക്കെയല്ലേ? അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് തരണമേ. അതിലും ഹദീസുകളിൽ വന്ന ദുആകൾക്ക് പ്രത്യേകതയുണ്ട്. അത് ഇജാബത്തിന് ഏറ്റവും അടുത്ത ദുആകളാണ്. കാരണം അത് ആര് ദുആ ചെയ്തതാണ്? ഇവിടെ ദുആക്കാൻ ഏറ്റവും യോഗ്യനായ മനുഷ്യൻ ദുആരുന്നതാണ് അല്ലെ? ഇവിടെ ദുആ ചെയ്യാൻ ഏറ്റവും യോഗ്യനായ മഹാനായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് ദുആരുന്നതാണ്. അഷ്റഫുൽ ഖൽഖ് ദുആ ചെയ്ത ദുആകളിൽ നിന്ന് സെലക്റ്റീവായ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് എന്ന് മഹാന്മാർ മനസ്സിലാക്കിയ കൃത്യമായി അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ദുആകളാണ് പലപ്പോഴും കിതാബുകളിൽ ഈ നമസ്കാരാനന്തരം ദുആ ചെയ്യാൻ വേണ്ടി മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞു വച്ചിട്ടുള്ള ദുആകൾ. അതിലേറെയുമാണ് ആര് ദുആ ചെയ്യാറുള്ളത്? മിക്കവാറും നമ്മുടെയൊക്കെ നാടുകളിലെ ഇമാമുകൾ ദുആ ചെയ്യാറുള്ളത്. ആ ദുആക്ക് ആമീൻ പറയാൻ പറ്റൂല എന്ന് പറയുന്നതിന്റെ പേരെന്താ? വിവരക്കേടും അഹങ്കാരം ഒക്കെ കൂടി ചേർന്ന സാധനമാണ്. എന്തിനാ എണീറ്റ് പോണത്? ആരാ നിങ്ങളോട് ഒറ്റക്ക് ദ്വാരനാലും സ്വീകരിക്കും? നിങ്ങൾ ഒറ്റക്ക് ദ്വാരനാലും സ്വീകരിക്കും, അതിനാർക്കാ തർക്കം? പക്ഷെ അത് സ്വീകരിക്കും എന്നതിന്റെ അവസാനത്തെ ഉത്തരം പറയേണ്ടവൻ ആരാ? അള്ളാഹു ആണ് അല്ലെ? ഇവിടെ അള്ളാഹു നിങ്ങളോട് അടുപ്പത്തിന്റെ കാരണത്താൽ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ദ്വാർക്കൂ, ഞാൻ സ്വീകരിക്കാം അല്ലെ? നിങ്ങൾ ദ്വാർക്കൂ എന്നല്ലേ അവിടെയും പറഞ്ഞത്? ഉദൂനി അസ്തജിബു ലക്കും, ഉദൂനി അസ്തജിബു ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്യും. നിങ്ങൾ എന്ന് പറഞ്ഞത് ബഹുവചനാണ്. എന്നിട്ട് അല്ലാഹു തിരിച്ചു പറയുന്നതോ അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അവിടെയും ലക്കും എന്തു തന്നെയാണ്? ബഹുവചനാണ്. അപ്പൊ കൂട്ട ദുആക്കല്ലേ അല്ലാഹു പറഞ്ഞത്? എന്തിനാ ഒറ്റ ദുആ? ശരിക്കും ചിലയിടങ്ങളിൽ അല്ലാഹു ചില ഒറ്റ ദുആകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ചിലത് ഒറ്റക്ക് ദ്വാരക്കുന്നതിന് പ്രത്യേക ആകർഷണീയതയുണ്ട്. ഏതാണ്? റബ്ബി സിദ്നി ഇൽമാ. അവിടെ നെഞ്ചത്ത് കൈവച്ച് പറയണാണ് റബ്ബി സിദ്നി ഇൽമാ, പഠിച്ചോനെ എനിക്ക് ഇൽമ കൂട്ടി തന്നെ കേട്ടോ, റബ്ബി സിദ്നി ഇൽമ. കാരണം അവന്റെ മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൽമ അല്ലെ? ഇൽമ ഏത് സമയത്ത്. അതുകൊണ്ടല്ലേ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ, അതായത് ഇപ്പൊ മരിക്കുന്ന ഒരിക്കൽ റസൂലുള്ള പറഞ്ഞ ഒരാളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 1 മണിക്കൂറേ നിനക്ക് ബാക്കിയുള്ളൂ. 1 മണിക്കൂർ ബാക്കിയുള്ള ഒരാള് മരിക്കാൻ പോകുമ്പോ അയാൾ എന്താ ചെയ്യേണ്ടത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ ഏറ്റവും നന്നായി അള്ളാഹുവിന് സ്വീകാര്യമാകുന്ന വിധത്തിൽ ചെയ്യാനുള്ള ഒരു അമല് അങ്ങ് പറഞ്ഞു തരണം. 1 മണിക്കൂറിലല്ലേ എനിക്കുള്ളൂ? ഒറ്റ മണിക്കൂർ. നിങ്ങൾ ആലോചിച്ചിട്ട് ഒറ്റ മണിക്കൂറുള്ളൂ എന്ന് പറഞ്ഞാൽ അതാരാ പറയുന്നത്? ഇനി അതിനേക്കാൾ വലിയ ഗ്യാരണ്ടി പറയാൻ മറ്റാരെങ്കിലും ഉണ്ട്? അഷ്റഫുൽ ഖൽഖാ പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയാണ് നിങ്ങൾക്ക് ഒരു കുറഞ്ഞ സമയമുള്ളൂ, നിങ്ങളുടെ കാര്യം ഇവിടുന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് അയാൾ ചോദിച്ചാണ്, നബിയെ അങ്ങനെയെങ്കിൽ ഞാൻ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റിയ ഒരു അമല് പറഞ്ഞു തരാം. അപ്പൊ റസൂൽ പറയാണ്, ഇസ്തഗിൽ ബിൽ ഇൽം, നീ ഇൽമ കൊണ്ട് വ്യാപൃതനാവൂ, നീ പഠിക്കൂ. ഇപ്പൊ പഠിച്ചിട്ടെന്താ കാര്യം? ഏതെങ്കിലും ഡിഗ്രി കിട്ടോ? കിട്ടിയിട്ടെന്താ കാര്യം? ഒറ്റ മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് അങ്ങനെ ചെയ്യുന്നത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലാർഹമാണ്. അതുകൊണ്ടാണ് റബ്ബി സിദ്നി ഇൽമാ എന്ന് പറഞ്ഞത്. മറ്റൊന്ന് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. വളരെ അടുത്ത് നിൽക്കേണ്ടതാണ് ആ ദുആയും. എന്താണത്? റബ്ബിർഹംഹുമാ, പടച്ചോനെ എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ. ഓരോരുത്തർക്ക് അവരുടെ സ്വന്തമാണ് അവരുടെ മാതാപിതാക്കൾ അല്ലേ? അതിനേക്കാൾ വലുതില്ലല്ലോ. അവന്റെ മാതാവ്, അവന്റെ ഉമ്മ, അവന്റെ വാപ്പ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ. ഏതുപോലെ? കമാ റബ്ബയാനി, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പടച്ചോനെ ചെറുപ്പത്തിൽ എന്നെ അവർ എന്തോ ഒരു കാരുണ്യത്തിലാണ് വളർത്തിയത്, എനിക്ക് വേണ്ടി കാത്തുവച്ച ജീവിതമായിരുന്നു അവരുടേത്. കമാ റബ്ബയാനി എന്ന് പറയുമ്പോൾ തുടിക്കണ്ട ഹൃദയം. റബ്ബയാനി, അവർ രണ്ടുപേരും എന്നെ പരിപാലിച്ചു. വാപ്പ മാത്രമല്ല ഉമ്മയും, ഉമ്മ മാത്രമല്ല വാപ്പയും. ഉമ്മ ഇവടൊപ്പം നിന്ന് വാപ്പയും പരിപാലിച്ചു. റബ്ബയാനി സഗീറ, ആ കുഞ്ഞുനാളിന്റെ ഓരോ സമയത്തും ഞങ്ങളെ പരിപാലിച്ചു വളർത്തിയ എന്റെ ഉമ്മക്കും വാപ്പക്കും നീ കാരുണ്യം ചെയ്യണം. ഈ 2 ദുആയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
നബിയോട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ഏകവചന പ്രയോഗം. അതേസമയം ഖിബ്ല കഅബത്തു ശരീഫ നന്നാക്കിയതിനു ശേഷം ഇബ്രാഹിം നബി പറയുന്നത് എന്താ? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അപ്പോൾ ഒരു കുഞ്ഞുമോൻ ഇരുന്ന് ദുആറിന് ആമീൻ പറഞ്ഞു. ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചവനെ, ഇതാ ഞാൻ നീ പറഞ്ഞ പ്രകാരം ചിലത് ചെയ്തു വച്ചിരിക്കുന്നു. ഇന്നത് ചെയ്തു എന്ന് പറയുന്നില്ല. ഇന്നത് ചെയ്തു എന്ന് പറയുക എന്നത് പോലും യഥാർത്ഥത്തിൽ എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ. അവിടെ എന്തുണ്ട്? രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാൻ നിസ്കരിച്ചോ, എന്റെ നിസ്കാരം എന്ത്? ഇബ്രാഹിം നബിയുടെ ദുആ നിങ്ങൾ ആലോചിച്ചൊക്കെ. പടച്ചോനെ, ഞാൻ കഅബ പണിതു കഴിഞ്ഞു, അതുകൊണ്ട് കഅബയുടെ പണി പൂർത്തീകരണത്തെ നീ സ്വീകരിക്കണമെന്നാണോ? യഥാർത്ഥത്തിൽ അണ്ടർസ്റ്റുഡ് അല്ലേ അത്? അവിടെ അള്ളാഹുവിനോട് പറയുമ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം. എന്ത് പറയണില്ല? എന്തുകൊണ്ട്? അത് പറയാൻ മാത്രമൊന്നും ഞാൻ ആരല്ല. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ഇങ്ങോട്ട് നോക്കൂ. അതായത് മഹാന്മാരായ പ്രവാചകന്മാർ അങ്ങനെ പേടിച്ചവരാണ്. നമ്മൾ എന്തെങ്കിലും 2 തസ്ബീഹ് ചൊല്ലുമ്പോ പറയും ഞാൻ 100 തസ്ബീഹ് ചൊല്ലുന്നു അല്ലേ? ഇതായിരുന്നോ റബ്ബനാ തഖബ്ബൽ? അള്ളാഹുവിന്റെ വിശുദ്ധ ഗേഹം പണിതു പൂർത്തിയാക്കി ഒരു മോനും ഒരു വാപ്പയിൽ നിന്നും ദ്വാരക്കാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, നീ സ്വീകരിക്കണമേ, നീ കേൾക്കുന്നവനും നീ അറിയുന്നവനുമാകുന്നു. നീ ദുആ കേൾക്കും. നീ ഇതെന്താ ഞാൻ ചെയ്തെന്നും ഇതെന്താ ഞാൻ ചെയ്യാനുള്ള എന്റെ മനസ്സിന്റെ ആഴമെന്നും എന്റെ ഉള്ളിൽ നീ പറഞ്ഞ പ്രകാരം ചെയ്യണമെന്നുള്ളതിന്റെ ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടായിരുന്നു എന്നും എല്ലാം നീ മാത്രമേ അറിയുള്ളൂ. ഞാൻ ചെയ്തു എന്നുള്ളൂ, മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ നീ ഞങ്ങൾ സ്വീകരിക്കണമേ. 2 ഗുണമുണ്ടതിൽ. ഒന്ന്, അപാരമായ വിനയമുണ്ടത്. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് അവകാശപ്പെടണ്ടോ? നമ്മൾ ചെയ്യാം. കാരണം അടിമക്ക് ഉടമസ്ഥനോട് അവകാശവാദങ്ങളൊന്നുമില്ല. അല്ലാഹു അങ്ങനെ തരട്ടെ. അടിമക്ക് ഉടമസ്ഥനോട് ചെയ്യുമ്പോ രക്ഷപ്പെട്ടു അല്ലെ? അടിമക്ക് ഉടമസ്ഥനോട് അവകാശവാദമില്ല. ഒന്ന് അതാണ്. രണ്ടാമത്തെ അതല്ല പ്രയോജനം. നീ പറയുന്നതിനേക്കാൾ അപ്പുറത്തുള്ള അമലുകൾ അവൻ കണ്ടിട്ടുണ്ടെങ്കിലോ? നീ ഒന്നും പറയണ്ട. തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ. ചിലതെന്താകും? ചുരുങ്ങും. പറയാതിരുന്നാലോ അത് വലുതാകും. പടച്ചോനെ നീ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ. എന്തു ആവാം. ഞാൻ ചെയ്തതൊന്നും ഞാൻ പറയണില്ല. ഞാൻ പറയാൻ മാത്രം യോഗ്യനുമല്ല. രണ്ടുണ്ട്. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? രണ്ടുണ്ട് ഇബ്രാഹിം നബിയുടെ ദുആയിൽ. റബ്ബന. അവിടെ ആമീൻ ആരെ പറയുന്നത്? മഹാനായ ഇസ്മായിൽ. അതുകൊണ്ടാണ് റസൂലും അങ്ങനെ തന്നെയാണ്. അതായത് പിന്നെ മുബാഹല നടത്താൻ വേണ്ടി അലി ഇബ്നു അബി താലിബിനെയും ഹസൻ ഹുസൈനെയും ഫാത്തിമ ബീവിയെയും കൊണ്ട് റസൂലുള്ളാഹി റസൂൽ ഒരിക്കൽ അങ്ങനെ വിളിക്കുന്നുണ്ട് മുബാഹലക്ക് വേണ്ടി. അതായത് മുബാഹല എന്ന് പറഞ്ഞാൽ 2 ആശയങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ 2 ആശയങ്ങളും അവസാനത്തെ വർത്തമാനം പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ ഇരു ആശയക്കാരും പരസ്പരം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക. എന്നിട്ട് എന്ത് ചെയ്യണം? അല്ലാഹുവേ, ഞാൻ പറഞ്ഞ ആശയം തെറ്റാണെങ്കിൽ നീ എന്റെ മേൽ ശാപം ഇറക്കണമെന്ന് ദ്വാരക്ക. മറ്റാളോ അങ്ങനെ ദ്വാരക്ക. അങ്ങനെ ദുആ ചെയ്ത് പിരിഞ്ഞു പോകുന്ന പരിപാടിക്കാണ് മുബാഹല എന്ന് പറയാറുള്ളത്. നജ്റാൻ ക്രൈസ്തവരെ റസൂലുള്ളാഹി അങ്ങനെ വിളിക്കാൻ ഖുർആൻ തന്നെ പറഞ്ഞു. അങ്ങനെ നജ്റാൻ ക്രൈസ്തവരിലെ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ നജ്റാനിലെ ക്രൈസ്തവ പുരോഹിതന്മാരോട് പറഞ്ഞു, റസൂലുമാര് അതായത് പ്രവാചകന്മാര് ദുആ ചെയ്തിട്ട് ഒരു ജനതയെ രക്ഷപ്പെടില്ല, അതുകൊണ്ട് ആ വഴിക്ക് പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുമായി അവർ സന്ധി ചെയ്തു. അതിനുവേണ്ടി നബി കൊണ്ടുപോയ 4 പേർ, അതായത് ആരൊക്കെയാണ്? തന്റെ 2 കുഞ്ഞു മക്കൾ, പിന്നെ പൊന്നുമോൾ ഭർത്താവ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. റസൂൽ അവരോട് പറഞ്ഞു, ഞാൻ ദ്വാരക്കും, നിങ്ങൾ ആമീൻ പറയണം. ഇതിനെന്താ പേര് പറയാ? കൂട്ട പ്രാർത്ഥന. അങ്ങനെ തന്നെയല്ലേ പറയാ? അപ്പൊ കൂട്ടുപ്രാർത്ഥന തെറ്റാണെന്ന് പറയുന്നവർ എവിടെ നിന്നാണ് തെളിവ് കണ്ടത്?
ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറയണം എന്ന് പറഞ്ഞുകൊടുത്ത് പുണ്യനബി അത് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെയ്യാൻ പ്രേരിപ്പിച്ചു. ഖുർആൻ നിരന്തരമായി കാണിച്ചു തരുന്ന എല്ലാത്തിലും ഇതൊക്കെ അതിന്റെ അടവുകളാണ്. മൂസ നബി ദുആ ചെയ്തു, ഹാറൂൻ നബി എന്ത് ചെയ്തു? ആമീൻ പറഞ്ഞു. മൂസ നബി ദുആർക്കുമ്പോ ഹാറൂൻ നബി പറയണ്ടേ, ചങ്ങായി നിങ്ങളും റസൂലാണ് ഞാനും റസൂലാണ്, അപ്പൊ നമുക്ക് തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ രണ്ടാളും റസൂലല്ലേ? നിങ്ങളൊരു ഭാഗത്തു നിന്ന് ദുആരുന്നോ, ഞാൻ വേറെ ഭാഗത്തു നിന്ന് ദുആരുന്നോളാം, അങ്ങനല്ലേ വേണ്ടത്? അതിനു പകരം മൂസ നബി ദുആ ചെയ്യുമ്പോ ഹാറൂൻ നബി എന്തിനാ ആമീൻ പറഞ്ഞത്? അപ്പൊ അതിന്റെ മര്യാദയും അതാണ്. നിങ്ങൾ ഒരു സമൂഹത്തിന്റെ പ്രാപ്തിയുള്ള പഠിച്ച ആലിമായ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഇൽമു ഉണ്ടെന്ന് ബോധ്യം വന്ന ഒരാളായിരിക്കുമല്ലോ ഇമാമ്, അല്ലെ? അങ്ങനെയല്ലേ? അതായത് നിങ്ങളുടെ കൂട്ടത്തിലെ അഖ്റ ആയിരിക്കണം അവിടെ ഇമാമത്ത് നിൽക്കേണ്ടത്, നിങ്ങളുടെ കൂട്ടത്തിലെ അഫ്ഖഹ് ആയിരിക്കണം ഇമാമത്ത് നിൽക്കേണ്ടത്. നിങ്ങളുടെ കൂട്ടത്തിലെ അഖ്റ ആകണമെങ്കിൽ നിങ്ങളെക്കാൾ ഏറെ ഖിറാഅത്തിൽ യോഗ്യനാകണം അയാൾ. ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഐൻ അറിയാത്ത, അക്ഷരം ഉച്ചരിക്കാൻ അറിയാത്ത ഒരാൾ നിങ്ങൾ ഐൻ ഉച്ചരിക്കാൻ അറിയുന്നവനായിരിക്കെ അയാൾ ഇമാമത്ത് നിന്നാൽ നിങ്ങളുടെ നിസ്കാരം ബാത്തിലാണ്. മനസ്സിലായോ? നിങ്ങൾ ഐൻ എന്ന് ഉച്ചരിക്കാൻ അറിയുന്ന ഒരാളാണ്, പക്ഷെ ഇമാം ഐൻ ഉച്ചരിക്കാൻ അറിയാത്ത ഒരാളാണ്. ഇമാമിന് വാദ് ഉച്ചരിക്കാൻ അറിയാത്ത ആളാണ്. ഇമാമത്ത് ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇമാമത്ത് അങ്ങനെ നിസ്സാര കാര്യമല്ല. ലാദ് ഉച്ചരിക്കാൻ അറിയാത്ത ഒരാളാണ് ഇമാമത്ത് നിൽക്കുന്നത്. ലാദ് ഉച്ചരിക്കാൻ അറിയുന്ന ഒരാളാണ് പിറകിൽ നിൽക്കുന്നത്. ലാ തസിഹു ഖുദുവത്തു ഖാരിഇൻ ബി ഉമ്മിയിൻ എന്ന് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളടുത്ത് പിന്നെ ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തുന്നു. ലാ തസിഹു ഖുദുവത്തു ഖാരിഇൻ ബി ഉമ്മിയിൻ, അക്ഷരമറിയാത്ത ഒരാളോട് അക്ഷരമറിയുന്ന ഒരാൾ തുടർന്നാൽ അയാളുടെ തുടർച്ച ശരിയാവില്ല. എന്തുകൊണ്ട്? ഇയാളുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. ഇയാൾക്ക് വാദറിയാതെ പോയതിന്റെ കാരണം അയാൾ വാദറിയാതിരിക്കാനുള്ള സാഹചര്യത്തിൽ മാത്രം ജീവിച്ച ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. അതേസമയം വാദറിയാനുള്ള സാഹചര്യം മുഴുവനും ഉണ്ടായിട്ടും അയാൾ വാദറിയാത്തവനാണെങ്കിൽ നിസ്കാരം ശരിയേ ആവൂല. അത് കുഴപ്പമാവോ? ഇന്ന് വന്നതോടെ ഇത് അവസാനിപ്പിക്കണ പണി? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് വാദ് ഉച്ചരിക്കാൻ അറിയാൻ കഴിയാത്തൊരു സാഹചര്യം. ഏതാ സാഹചര്യം? ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരാൾ മുസ്ലിം ആയിട്ടേ ഉള്ളൂ, അയാൾക്ക് അക്ഷരങ്ങളൊന്നും പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഒന്നാമത് വാദ് ഉച്ചരിക്കാനാണെങ്കിലോ കുറച്ച് പാടാണ് താനും. അന അഫ്സഹു മിമ്മൻ നതഖ ബിദ്ദാദ്, വാദ് ഉച്ചരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനാണ് കേമൻ എന്ന് മുഹമ്മദ് നബി. വാദ് ഉച്ചരിക്കാൻ ഏറ്റവും നന്നായി ഉച്ചരിക്കാൻ കഴിയുന്ന ആർക്കേ ഉള്ളൂ? അഷ്റഫുൽ ഖൽഖിനേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ എന്നാൻ രണ്ട് ഭാഗത്തേക്ക് നാക്ക് പരത്തി വെച്ചിട്ട് ലാദ് പറയുമായിരുന്നു. ആ ലാദും മഖ്റജിൽ ശരിയാണ്. അതായത് നമ്മുടെ അണപ്പല്ലുകളോട് അതിന്റെ സൈഡ് ചേർത്ത് നമ്മുടെ നാവിന്റെ അരിവ് ചേർത്ത് വെച്ചിട്ടാണ് എന്ത് പറയേണ്ടത്? ലാദ്. അങ്ങനെയാണോ പറയാറ്? വലദ്ദാല്ലീൻ. ഇതൊരു സംഭവം എന്നറിയോ? അല്ലാഹു അക്ബർ. അല്ലാഹു എവിടുന്നാ അല്ലാഹ് വരേണ്ടത്? അല്ല, ഇതൊക്കെ വളരെ ഗൗരവമുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ ക്ലാസ് തരില്ല. കാരണം അങ്ങനെ പറയാൻ പറ്റുമോ? അള്ള് ശരിക്കും തസ്ഹീം ചെയ്യുക എന്ന് പറയും അറബിയിൽ. അതായത് ഒന്നും കൂടി ഒന്ന് ബഹുമാനപൂർവ്വം വണ്ണം വരുത്തുക. അപ്പോൾ അല്ലാഹ്. അപ്പോൾ എവിടെയാണ് അതിന്റെ ഉച്ചാരണ സ്ഥാനം? അല്ലാഹ് എന്ന് പറയുന്നത് എവിടെയാണോ അവിടെയാണ്. നിങ്ങൾ അല്ലാഹ് എന്ന് കണ്ണടിച്ച് പറയുമ്പോ എവിടെ വരാ? ലാ. അല്ലാഹ് 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 എന്ന് പറഞ്ഞോക്കെ. അല്ലാഹ് അല്ല അല്ല. വെറുതെ അല്ല റിഫായ് റാത്തീബ് പഠിപ്പിക്കുന്നത്. കുറച്ച് അല്ല ഇല്ലൊക്കെ പഠിച്ചു വെക്കണം അല്ലെ? റിഫായ് റാത്തീബ് ഇല്ല. അല്ല ഇല്ല അല്ല. എന്താ അത്? വേറൊന്നാണ്. അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ളതിന്റെ ചുരുക്കാണത്.
ഒക്കെ ഷോർട്ട് ഫോമാണ്, അല്ലാതെ അവർക്ക് തീരാന്തൊന്നുമല്ല, മനസ്സിലാക്കണം. അതൊക്കെ അതിന്റെ ഷോർട്ട് ഫോം കാണുമ്പോഴേക്കും നിങ്ങൾ ചിരിക്കണ്ട, അതിന്റെ ഉള്ളിൽ വലിയ വലിയ അർത്ഥങ്ങളുണ്ട്, വലിയ അർത്ഥങ്ങളുണ്ട്, വലിയ ദിക്റുകളാണ് അതൊക്കെ. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞത് അല്ലാഹു 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 അല്ലാഹു. നിങ്ങൾ നോക്കി എവിടെ വരുന്ന സാധനം അല്ലാഹു. നിങ്ങൾ ആദ്യം പറഞ്ഞത് എവിടെയായിരുന്നു അല്ലെ? അതിനല്ല പറയാ അല്ലാഹു. ശരിക്കും നല്ല ഹൗഫിലൊക്കെ അല്ലാഹു അക്ബർ. അവിടുന്ന് പോയി, അവിടുന്ന് പോയി. സലാം വിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അവിടുന്ന് എന്തായി? സംഭവം പോയി അല്ലേ? അപ്പൊ എവിടുന്ന് കിട്ടണം? അല്ലാഹു അക്ബർ. ഇന്ന് ഈ ഖുർആൻ ക്ലാസ്സിൽ എത്തുന്ന കിട്ടിയുള്ള നിങ്ങൾ ജീവിതം മുഴുക്കെ കിട്ടുന്ന ലാഭം ഇതാണ്. സത്യം, നിങ്ങൾക്ക് ജീവിതം മുഴുക്കെ കിട്ടുന്ന ലാഭം ഇതാണ്. അല്ലാഹു ഇന്നൊരു പരിശോധിച്ചോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ അറിയാതെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയല്ല, ലാ ഇലാഹ ലാ ഇലാഹ ഒന്നും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർക്കും പഠിക്കേണ്ട ഒന്നല്ലേ അത്? അങ്ങനെ യോഗ്യനായ ഒരാൾ ഇമാമായിരിക്കെ അയാൾ അള്ളാഹുവിനോട് ദ്വാരക്കാന അയാൾ സ്വന്താണോ പറയണത്? അല്ല, സ്വന്തം പറഞ്ഞാൽ അയാൾ ചതിയനാണെന്ന് മുഹമ്മദ് നബി. അയാൾ എന്ത് ചെയ്യണം? അയാൾ മക്കൾക്ക് വേണ്ടി, മുസ്ലിക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുമ്പോഴേ ദുആ സ്വീകാര്യാവും. അതുകൊണ്ടാണ് അല്ലാഹു ഗഫിറിൽ മുഅ്മിനീൻ എന്ന് നമ്മൾ ദ്വാരക്കുന്നത്. ആ ദുആ അത് നമ്മുടെ കൂട്ടമായ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ ആർക്കു വേണ്ടി ദ്വാരക്കണം? സത്യവിശ്വാസികൾ. നോക്കൂ നിങ്ങൾ, റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബന ഗ്ഫിർ ലനാ, പടച്ചോനെ നീ ഞങ്ങൾക്ക് പുറത്തുവന്നി. അതിനത് പിന്നെന്താ ദ്വാരക്കണത്? വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് ഞങ്ങളെ മുൻകടന്നു പോയിട്ടുള്ള മഹാന്മാരായ മുൻഗാമികൾ, അതായത് മരിച്ചുപോയ ആളുകൾ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന സത്യത്തിലുമുള്ള ഞങ്ങൾ മുഅ്മിനീങ്ങൾ ഒരു നിത്യം പറഞ്ഞു. ഒരാൾ സലാം വീട്ടിയാൽ ഇന്ന ഇന്ന തസ്ബീഹുകൾ റസൂൽ പഠിപ്പിച്ചതാണല്ലോ. പിന്നെ പറയുന്നത് നബി അങ്ങനെ ദ്വാരന്നിട്ടില്ല. നിങ്ങൾ കണ്ടോ ദ്വാരന്നില്ലെന്ന്? ഹദീസുകളുടെ ഒരു പ്രത്യേകത, ഹദീസുകൾക്കിടയിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന കോൺട്രഡിക്ഷൻസ്. അതായത് ഇന്ന് നബി ഇന്നത് ചെയ്തു, ഇന്നലെ നബി ഇന്നത് ചെയ്തു, ഇന്ന് അത് നേരത്തെ നബി ഇന്നത് ചെയ്തു. ചിലപ്പോ ഇന്ന് കണ്ട സ്വഹാബി പറഞ്ഞതും ഒരിക്കലും അയാൾ കുളിക്കല്ല എന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ചില മറ്റേ പോകാവൂ എന്നത് ഷർട്ടോ ഫർളോ ആക്കിയോ നിസ്കാരത്തിൽ? ഇല്ല. എന്തുകൊണ്ട്? അത് ഐച്ഛികമാണ്. എന്തുകൊണ്ടാണ്? നബിയുടെ ജീവിതത്തിൽ അത് രണ്ടും നബി കാണിച്ചു തന്നിട്ടുണ്ട്. നബി ഓപ്ഷൻ വെച്ചോടാണ് സുന്നത്ത് എന്ന് പറഞ്ഞത്. മനസ്സിലായോ? നബി ഓപ്ഷൻ വെക്കാത്തതൊക്കെ എന്താണ്? നിർബന്ധമാണ്. നബി ഓപ്ഷൻ വെച്ചു. ചിലപ്പോ നബി തിരുമേനി തലയിൽ
അവിടുന്ന് തല മറച്ചിരുന്നു, ചിലപ്പോൾ നബി തിരുമേനി തല മറക്കാതിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ കാണേണ്ടത് തലമറക്കൽ സുന്നത്തല്ലെന്നല്ല, നബി ചെയ്തതിൽ ഏറ്റവും പ്രധാനം എന്താണ്? തലമറക്കലാണ്. തിരിച്ചല്ല കാണേണ്ടത്. എന്തിനാ പിന്നെ അങ്ങനെ എന്ന് ചോദിക്കും. നബി ഒരു മനുഷ്യ ജീവിതത്തെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? നിങ്ങൾ നിർബന്ധമായി ഇതെല്ലാം ആചരിക്കണമെന്ന് വന്നാൽ ചിലപ്പോ നിങ്ങൾക്ക് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് സുന്നത്ത് സുന്നത്തായി, ഫർള് ഫർളായി. അതങ്ങനെ ആരാ നിശ്ചയിച്ചത്? യഥാർത്ഥത്തിൽ ഇങ്ങനെ നിശ്ചയിച്ചത് എന്നത് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിയങ്ങളുമാണ്. കാരണം ആരാണ് ഫർളെന്നും ആരാണ് സുന്നത്തെന്നും പറയാനുള്ള ഒരു കാര്യവും റസൂലുള്ളാഹി പറഞ്ഞു തന്നിട്ടില്ല. ഇത് ഫർളാണ്, ഇത് സുന്നത്താന്ന് പറഞ്ഞില്ല. പക്ഷേ നബിയുടെ ജീവിതത്തിൽ നിന്ന്, ആയത്തുകളിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന് ഇവരുണ്ടാക്കി വെച്ച ഒരു കൃത്യമായ ഗവേഷണമാണ്. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാ 5 വഖത്ത് നിർബന്ധമാണെന്ന് പഠിച്ചത്? അവ നബിയോട് തന്നെ, അള്ളാഹുവിന്റെ റസൂലിനോട് ഖുർആൻ തന്നെ പറയല്ലേ, നബിയെ നിങ്ങൾ രാത്രി എണീറ്റ് നിസ്കരിക്കണമെന്ന്. നിങ്ങൾ ആരാ തഹജ്ജുദ് നിസ്കരിക്കുന്നത്? എത്ര പേരുണ്ട്? ഇല്ലേ? നബിയോടാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ നബിയോട് പറഞ്ഞതൊക്കെ കൽപ്പനയായി മുഅ്മിനീങ്ങൾ എടുക്കണമെങ്കിൽ അത് നബിയുടെ പ്രത്യേകത എന്ന നിലയിൽ കൽപ്പിക്കപ്പെട്ടതാണോ അല്ലാത്തതാണോ എന്ന് ആര് പറഞ്ഞു തന്നു നമ്മോട്? പിൻഗാമികളായ ഇമാമുകളാണ് പറഞ്ഞത് അത് റസൂലുള്ളാഹിയുടെ പ്രത്യേകതയാണ്. എന്തുകൊണ്ട് പറഞ്ഞു? നബി അതല്ല, വ്യവച്ഛേദിക്കാൻ കഴിയണമെങ്കിൽ അത് ഇമാമിങ്ങൾ പറഞ്ഞു തരണം. നിങ്ങൾ അവരെ തിരിച്ചാൽ പിന്നെ ആരെയാണ് നിങ്ങൾക്ക് കൂട്ടുകിട്ടുക? അതുകൊണ്ട് ഒറ്റ കുട്ടി ഇനി മുതൽ ലോഹറോ അസറോ മഗ്രിബോ ഇശായിനോ സുബഹിക്കോ ഇമാമ് കയ്യുയർത്തുന്നത് പോലെ കയ്യുയർത്തി ആമീൻ എന്ന് പറയലാണ് ഏറ്റവും അനുകരണീയമായത്. മനസ്സിലായോ? അല്ലാത്തതൊക്കെ പിന്നെയും പിന്നെയും മാറ്റി പറയണ്ടോ? കുറെ കാലം മാറുന്നൊരു തിരിച്ചുണ്ട്. എന്തിനാ ഈ തിരിച്ചു പറയണവരെ കാത്തിരിക്കണം? നമ്മുടെ അമലല്ലേ? നേരത്തെ തന്നെ പറഞ്ഞു തന്നവരെ അങ്ങനെ തുടർന്നാ പോരെ. ഇനി കുറെ കഴിഞ്ഞ ഒരാൾ പറയണ അത് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ നിൽക്കണോ? ഇപ്പോ ചിലർ പറയുന്നുണ്ട് മയ്യത്ത് വീട്ടിലുള്ളപ്പോ എന്തിനാ നിങ്ങൾ വർത്താനം പറഞ്ഞ യാസീൻ ഓതിക്കൂടെ എന്ന് ചോദിക്കണവരും ഇപ്പൊ ഉണ്ടായി. നേരത്തെ പറഞ്ഞതല്ലേ അത്? ഒരു മരിച്ച വീട്ടിൽ ആ മരിച്ച ആ ആത്മാവിന് കൂടി ശാന്തി പകരാൻ കഴിയുന്ന ഒന്നാണേത്? ഖുർആൻ പാരായണം. എന്തുകൊണ്ട് ഖുർആൻ പാരായണം? ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങും. ഇത് റസൂലുള്ളാഹി പറഞ്ഞതല്ലേ? മഹാനൊരു സ്വഹാബി രാത്രി ഇരുന്ന് ഓതുമ്പോ തന്റെ കുതിര പിന്നെ കെട്ടിയിട്ടോടത്ത് നിന്ന് വല്ലാതെ ബഹളം വെക്കുന്നത് കണ്ടു. അങ്ങനെ മഹാനവറുകൾ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കുട ഇറങ്ങി വരുന്നത് കണ്ടു. നബി അദ്ദേഹം പേടിച്ചിട്ട് പെട്ടെന്ന് ഖുർആൻ ഓത്തു നിർത്തി അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലെത്തി. അള്ളാഹുവിന്റെ റസൂൽ ആ കഥ കേട്ടപ്പോ പറഞ്ഞു, അദാക സക്കീന, അത് ശാന്തിയുടെ മലക്കുകളുടെ ഇറങ്ങലായിരുന്നു, അവതരണമായിരുന്നു. നീ സുബഹി വരെയും അത് അങ്ങനെ ഓതി പാരായണം നിലനിർത്തിയിരുന്നുവെങ്കിൽ ആളുകൾക്ക് കാണാൻ കഴിയും വിധം അവർ ഭൂമിയിൽ നിന്റെ മുമ്പിൽ ഇറങ്ങി വരുമായിരുന്നു എന്ന് സയ്യിദുനാ റസൂൽ. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഓതുന്ന പാരായണം ചെയ്യുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഓർക്കുന്നിടത്ത് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നിടത്ത് അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. ഈ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം അള്ളാഹു നമുക്ക് തരട്ടെ. സാന്നിധ്യമുണ്ട് എന്ന് പുണ്യനബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് അള്ളാഹു നമ്മുടെ ക്ലാസ്സിനെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ആലോചിക്കൂ, അങ്ങനെ സാന്നിധ്യമുണ്ടാകാൻ കഴിയുന്ന പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെക്കാൾ രാഷ്ട്രീയ വർത്തമാനങ്ങൾ പറയലാകോ മയ്യത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യത്തിൽ ചെയ്യേണ്ടത്? അപ്പോ ഇപ്പോ അതൊക്കെ നല്ലതാണെന്ന് ചിലർ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും 10 കൊല്ലം മുമ്പ് മരിച്ചയാൾ എന്ത് ചെയ്യും? ഇത് ചെയ്യാതെ. അപ്പോ ഇത് ആരുടെയും റിസർച്ചിന് കാത്തിക്കേണ്ട. ആര് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ വിഷയം? മുൻഗാമികളായ ഇമാമുകൾ റിസർച്ച് ചെയ്യുകയും കൃത്യമായി ഇതെല്ലാം മദ്ഹബിന്റെ ഇമാമുകൾ രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. എന്തുകൊണ്ട് അവരെ അങ്ങ് തുടർന്നുകൂടാ? നിങ്ങൾക്ക് ഏതായാലും നമുക്കേതായാലും, നിങ്ങളും ഞാൻ പറയണം, നമുക്കേതായാലും ആരെയെങ്കിലും ഒരാളെ സ്വീകരിക്കാതെ പറ്റോ? ഉദാഹരണത്തിന് ഒന്നല്ലെങ്കിൽ എന്റെ അടുത്തെങ്കിലും വരണം നിങ്ങൾക്ക്, അല്ലെ? ഒന്നല്ലെങ്കിൽ ഞാനിപ്പോ അത്ര ഒന്നുമല്ല, എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ
ഞാൻ എന്നാലും മദ്ഹബിലേക്കാ പോകണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ ആ മദ്ഹബിലേക്ക് പോരല്ലേ നല്ലത്. അല്ലാതെ നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അങ്ങനെ പറയുന്ന ലോക വിട്ടിത്തല്ലേ. എന്തുകൊണ്ട്? നിങ്ങൾ ആലോചിക്കൂ, ഈ തഫ്സീറുകൾ മുഴുവൻ നോക്കിയാലും ഇത് മുഴുവൻ ഇതിന്റെ പിന്നെ കൃത്യമായ അർത്ഥമാണെന്ന്, അതിന്റെ ആന്തരിക അർത്ഥമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയണില്ല. ഇപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഓതി വെച്ചതാണ് ഈ ആയത്ത്. പക്ഷെ ഞാൻ ഇപ്പോ വന്നപ്പോ വീണ്ടും അതിനൊരു ഡൈവേർഷൻ വന്നു അല്ലെ? എന്തുകൊണ്ടാണ്? ഇത് ഇങ്ങനെ നിരന്തരം നോക്കുമ്പോ കുറെ തെളിഞ്ഞു വരും. അപ്പോ കേവലം ഒരു അർത്ഥം കൊണ്ട് മാത്രം ഖുർആൻ വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടാൽ അത് വിഡ്ഢിത്തല്ലേ? അപ്പൊ പിന്നെ എന്തേ ചെയ്യേണ്ടത്? സ്വഹാബാക്കളുടെ തൊട്ടടുത്ത് നിന്ന് അതിനെ വ്യാഖ്യാനിച്ചവരുടെ പിന്നാലെ അങ്ങ് പോകാം. നമുക്ക് ആവുന്നതൊക്കെ നോക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ പ്രമാണം എന്ന നിലയിൽ അവരെ അങ്ങ് പിടിക്കാം. കാരണം അവരിതൊക്കെ വിവച്ഛേദിച്ചു വന്നു. ഇല്ലായിരുന്നെങ്കിൽ നമുക്കെങ്ങനെ നിസ്കരിക്കാൻ പറ്റും? നബി പറഞ്ഞു ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കൂ. അതിൽ നിങ്ങൾ ബുഖാരി എടുത്തു നോക്കിയാൽ നബി ഇങ്ങനെ നിസ്കരിച്ചു എന്ന് പറയുന്ന ഒന്നും കാണൂല. നബി വുദു എടുത്തു. നബി 3 തവണ വുദു എടുത്തു, 3 രീതിയിൽ. ഒന്ന് അള്ളാഹുവിന്റെ റസൂൽ 1 തവണ വുദു എടുത്തു, ഒറ്റ തവണ. പിന്നെ 2 തവണ വുദു എടുത്തു, 3 തവണ വുദു എടുത്തു. മഹാന്മാരായ ഉലമാ അതിനെ കൃത്യമായി പറഞ്ഞു. 1ഉം 2ഉം 3ഉം. 1 നിർബന്ധവും, 2 സുന്നത്തും, 3 കൂടുതൽ പൂർണ്ണമായ സുന്നത്തുമാണ്. അതായത് 1 തവണ കഴുകൽ നിർബന്ധാണ്, 2 തവണ കഴുകൽ സുന്നത്താണ്, 3 തവണ കഴുകൽ സമ്പൂർണമായ അർത്ഥത്തിൽ ഇസ്ബാഗ്, അതായത് സമ്പൂർണ്ണ അർത്ഥത്തിലുള്ള സുന്നത്ത് പൂർത്തിയായി. അപ്പോ ഇത് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ടത് അറിയോ? ഒരാഴ്ചയിൽ നമ്മൾ ഇങ്ങനെ കാണിക്കാം. ഏത്? ഒറ്റ തവണ ഓത് കൊടുക്കുക. 2ാമത്തെ ആഴ്ചയിൽ 2 തൊട്ട്, 3ാമത്തെ ആഴ്ചയിൽ 3 തൊട്ടാക്കണോ? എന്താ കാരണം? ബുഖാരിയിൽ 3ഉം കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ ആലോചിക്കണ്ടേ? അപ്പൊ ആരാ അത് പറഞ്ഞു തന്നത്? മുൻഗാമികളായ ഇമാമികൾ അതിനെ കൃത്യമായി പറഞ്ഞു. ഇത് ഇന്നതാണ്. അതുകൊണ്ട് എല്ലാ മുജാഹിദും എല്ലാ സാധനവും ഒരുമിച്ച് ചെയ്യുന്ന പണി എന്താണ്? 3 വട്ടം തന്നെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒതു കൊടുക്കുന്നുണ്ട്. ഇന്ന് ഇവരാരെങ്കിലും പറഞ്ഞു ഇത് ഫർളാണ്, ഇത് സുന്നത്താണ്? ആരാ ഈ ഫർളും സുന്നത്തും നിശ്ചയിച്ചത്? മദ്ഹബിന്റെ ഇമാമിങ്ങൾ. അപ്പൊ ഇടക്ക് ചിലതൊക്കെ നമുക്ക് എടുക്കാം, ഇടക്ക് ചിലതൊന്നും പറ്റൂല എന്ന് പറയണ്ട, ആദ്യം അങ്ങ് എടുത്തോളൂ. അപ്പൊ ഇതെല്ലാം അതിൽ തെളിവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അതുകൊണ്ട് ഈ നിസ്കാരാനന്തരം ഇമാമിങ്ങൾ കുറച്ച് ദുആ ചെയ്താൽ മതി. അത് കൃത്യമായി പറയാം. അതായത് ഒരുപാട് ദുആർക്കാനും പോകേണ്ട ആവശ്യമില്ല. ചില ആളുകൾ അങ്ങ് ദുആരുന്നു അവസാനം പടച്ചോനൊന്ന് നിർത്തി കിട്ടിയെങ്കിൽ മതിയായിരുന്നു തോന്നുന്ന അവസ്ഥയിൽ ദുആർക്കും. ആ ദുആയും വേണ്ട. പണ്ട് നമ്മുടെ ടൗൺ പള്ളിയിൽ ഒരാള് ചെന്നപ്പോ അയാള് പിന്നെ റമദാൻ മാസത്തിലാണ്. അപ്പോ 10 സലാത്ത് നിസ്കാരാനന്തരം ദുആയും കഴിഞ്ഞ് 10 സലാത്ത്. അപ്പൊ ഇയാൾ എണീറ്റിട്ട് പറഞ്ഞത്രേ, ഏതായാലും നിങ്ങൾ സലാത്തല്ലേ, എന്റെ ബസ്സും പോയി, നമുക്കൊരു മൗലൂദും കൂടി കഴിച്ചിട്ട് പോകാതെ. കാരണം ഇത് മനുഷ്യനിടങ്ങറാക്കണ പണിയാണ്. നിങ്ങൾക്ക് സലാത്തിൽ ഒറ്റക്കിരുന്ന് സലാത്തിക്കൊല്ലു, അതല്ല. പക്ഷെ കൂട്ടമായ ഒരു പണി, ഒരു സിസ്റ്റം എന്ന നിലയിൽ പിന്നെ മഹാന്മാരായ ഫുഖഹാക്കൾ മനസ്സിലാക്കി തന്നു. അതെന്തുകൊണ്ടാണ്? അത് റസൂല് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ അത് ഇമാമിയങ്ങൾ വ്യവസ്ഥാപിതപ്പെടുത്തി പറഞ്ഞു. നിങ്ങൾ ബോറടിച്ചോ? പറഞ്ഞിട്ട് വ്യവസ്ഥാപിതപ്പെടുത്തി പറഞ്ഞ ഒരു കൃത്യമായ ഒരു ക്യാപ്സൂൾ ഉണ്ട്. ഏതാണത്? തസ്ബീഹ് ചെല്ലുക, ദിക്ർ ചെല്ലുക, അതിനുശേഷം ദുആ ചെയ്യുക എന്ന രീതിയിൽ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ പറഞ്ഞു. അത് ചെയ്യാം. പിന്നെയും നിങ്ങൾ ഇരുന്ന് സ്വലാത്തില്ല എന്നൊക്കെ പറയുമ്പോണ്ടാണ് പ്രശ്നം എന്ന് വെച്ചാല്, സ്വലാത്തിൽ ഇതിലൊരു വിഷയം ഞാൻ പറയാം. ഈ ജമാഅത്തിന് വരുന്ന ഒരാളെ ഇടങ്ങേറാക്കുന്ന രൂപത്തിൽ ഇമാമ് പോകാനും പാടില്ല. അതുകൊണ്ടാണ് ദീർഘമായ അർത്ഥത്തിലുള്ള ഖിറാഅത്ത് പോലും സത്യത്തിൽ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. മഹാനായ ഒരു സ്വഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ തന്നെ ചോദിക്കുന്നുണ്ട്, ആ ഫത്താനുനന്ത, നീ എന്താടോ ഫിത്ന ഉണ്ടാക്കാണെന്ന് ചോദിച്ചൊരിക്കൽ. എന്താ കാരണം എന്നറിയോ? ആ സ്വഹാബി ദീർഘമായി ഖിറാഅത്ത് ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ പുണ്യനബിയുടെ അടുത്തുള്ള ആളുകൾ പരാതിയുമായി ചെന്നു, നബിയെ സംഗതി ജമാഅത്തിന് പോകണമെന്നുണ്ട്, പക്ഷെ മൂപ്പര് ഇമാമത്ത് നിന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. എന്താ കാര്യം? ഒരുപാട് നേരം പിടിക്കുന്നു, അത് കാരണം ഞങ്ങൾക്ക് പോകാൻ കഴിയാതില്ല എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള ആളെ വിളിച്ചിട്ടാ ചോദിച്ചത്, ആ ഫത്താനുനന്ത, നീ ഫിത്ന ഉണ്ടാക്കാം. എന്താ ഫിത്ന ഉണ്ടാക്കാന്ന് വെച്ചാൽ ജമാഅത്തിന് വരേണ്ട മുഅ്മിനീങ്ങൾ ജമാഅത്തിന് വരാതെയാകാൻ നീ കാരണക്കാരനായി മാറുന്നു എന്നർത്ഥം.
മനസ്സിലായില്ലേ? അപ്പോ അത് ഇമാമിന്റെ പണിയാണ്. ഒരുപാട് സലാത്തൊന്നും ആവശ്യമില്ല. ചെല്ലണമെങ്കിൽ മാറുന്ന സലാത്ത് എപ്പോഴും ചെല്ലാവുന്നതുമാണ്, എപ്പോഴും ചെല്ലാവുന്നതാണ്. ഒരു കാര്യവും അതിന് വ്യത്യാസപ്പെടേണ്ട ആവശ്യമില്ല. കാരണം സലാത്ത് മൻ ദുഖിർതു ഇൻദഹു, ഒരാൾ അയാളുടെ അടുക്കൽ വെച്ച് എന്നെ ഓർക്കപ്പെട്ടു എന്നാണ്, ഞാൻ പറയപ്പെട്ടു എന്ന് പോലും അല്ല. മനസ്സിലായോ? എന്നെ കുറിച്ച് എന്തെങ്കിലും ഓർത്താ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൻ എന്ന് തന്നെ ഓർക്കപ്പെടണമെന്നില്ല. എന്നെ ഓർക്കപ്പെട്ടു, എന്റെ പേര് തന്നെ ചെല്ലണമെന്നില്ല. എന്നെ ഓർക്കപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് മതി. സ്വലാത്ത് ചെല്ലാൻ. വലം യുസല്ലി അലയ്യ, എന്നിട്ട് അവൻ സ്വലാത്ത് ചെല്ലിയില്ല എന്ന് വന്നാൽ അവനേക്കാൾ വലിയ പിശുക്കൻ ഈ ഭൂമിയിലില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിൽ സ്വലാത്ത് നിരന്തരം ചെല്ലണം. വിജയത്തിലേക്കുള്ള ഒരേ ഒരു വഴിയും അത് തന്നെയാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ അതിപ്പോ ഖുർആൻ പാരായണം ചെയ്യണം, നല്ലതല്ലേ? ആണല്ലോ. എന്നിട്ട് പിന്നെ എന്താ ഉസ്താദ് ഇങ്ങനെ നിസ്കാരത്തിൽ കുറഞ്ഞത് മതി എന്ന് പറയാൻ കാരണം അതൊക്കെ മുഅ്മിനീങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു വ്യവസ്ഥാപിത സ്വഭാവത്തിന് അപ്പുറത്തേക്ക് പോയാൽ, ഇപ്പോ ഒരാൾക്ക് സുബഹി നിസ്കരിക്കാൻ നിൽക്കുന്ന ഒരാൾക്ക് സൂറത്തുൽ ബഖറ എന്ന് ഇപ്പൊ ഒരു ഹാഫിദിന് സൂറത്തുൽ ബഖറ ഒതുക്കൂടെ? സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും തന്നെ 2 റക്അത്തുകളിൽ ഓതാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യും? ഷാഫി മദ്ഹബ് പ്രകാരം ഒരാൾ സുബഹിയുടെ വഖത്തിൽ ഒരാൾ നിസ്കരിക്കാൻ കൈകെട്ടി സൂറത്തുൽ ബഖറ തുടങ്ങി സൂറത്തു ആലി ഇംറാനും തുടങ്ങി 8 മണിയായാലും അയാളുടെ, അതായത് ആ നിസ്കാരം എന്തല്ല ഖളാവ് പോലും ആവൂല. 8 മണി വരെ സുഖമായിട്ട് നിങ്ങൾ നിസ്കരിക്കാം. നാട്ടി പിന്നീന്ന് വരുന്നുള്ളൂ അല്ലെ? അപ്പോ എന്താണ് വേണ്ടത്? അതിനൊക്കെ മിനിമം ലെവൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. മിനിമം ലെവൽ, എല്ലാത്തിനും ഒരു മിനിമം ലെവൽ ഉണ്ട്. ആ മിനിമം ലെവൽ നിസ്കാരത്തിലും പ്രധാനമാണ്, ഖിറാഅത്തിൽ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ ദുആ പ്രധാനമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ധിക്കാരമായി മാറും. ആരോടുള്ള ധിക്കാരം? ഈ കൂട്ടദുആ പഠിപ്പിച്ചു തന്ന പടച്ചവനോടുള്ള ധിക്കാരാവും. ഈ കൂട്ടദുആ പഠിപ്പിച്ചതാരാണ്? അള്ളാഹുവാണ്. എന്നിട്ട് ആ കൂട്ടദുആയിൽ നിന്ന് മാറി നിന്ന് നീ ദ്വാരന്നാൽ അള്ളാഹുവാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള ഓർമ്മ ഉണ്ടായാൽ മതി. അള്ളാഹുവാണ്. നീ പറയും അയാൾക്കിപ്പോ ഞാൻ പറയണ നോക്കിട്ട് അയാൾക്കറിയോ? അയാളെല്ലാം പറയുന്നുണ്ട്. ഒന്നുമില്ലെങ്കിൽ അയാൾ അവസാനം പടച്ചവനെ ഞങ്ങളുടെ ഇതൊക്കെ സ്വീകരിക്കണേന്ന് പറയണ്ട. റബ്ബന തഖബ്ബൽ മിന്ന, ഒന്നും വേണ്ട. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരു ദുആയും ആവശ്യമില്ല, ഒറ്റ ദുആ മതി. ഇമാം ഷാഫി തങ്ങൾ പറയാറുള്ളത് പോലെ ഈ ഒരൊറ്റ ദുആ മതി. എന്തുകൊണ്ട്? അതിലെല്ലാം ഉണ്ട്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, പടച്ചവനെ ദുനിയാവിൽ നീ എല്ലാ നന്മയും തരണേ, ആഖിറത്തിൽ നീ എല്ലാ നന്മയും തന്നെ. ഇനി വല്ലതുണ്ടോ? ആഖിറത്തിൽ ഇനി അദാബ് വരുത്തണ്ട എന്ന് പറയേണ്ട ആവശ്യമില്ലോ. ഖബറിൽ ഇന്ന പിടുത്തുണ്ടെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഭൂമിയിൽ പടച്ചവൻ എന്റെ കച്ചവടം ശരിയാക്കുമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? എല്ലാം എന്തിലുണ്ട്? റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതെല്ലാം ചെയ്ത ഒരു ഇമാമിനെ തിരസ്കരിച്ചിട്ട് മാറി എന്നുള്ള ദുആ ധിക്കാരാണ്. ആരോടുള്ള ധിക്കാരം? ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നോടുള്ള ധിക്കാരാക്കണ്ട. ആരോടുള്ള ധിക്കാരം? ഉടമസ്ഥനായ തമ്പുരാനുള്ള ധിക്കാരം. എന്തുകൊണ്ട്? ഉദൂനി, എന്നോട് നിങ്ങൾ ദുആ ചെയ്യണം. അസ്തജിബു ലക്കും, ഞാൻ നിങ്ങൾക്ക്. അപ്പോ അതിനർത്ഥം ബഹുവചനത്തിലാണ് അള്ളാഹു പറഞ്ഞത്. നിരന്തരമായ വർത്തമാനങ്ങൾ എവിടെയും കാണുന്നതും ഇവിടെ ഇസ്തസ്തഗീസൂന റബ്ബക്കും എന്നോടത്ത് ആധുനിക പണ്ഡിതൻ കൂടിയായ ഇമാം ഷെഹറാവി റഹിമഹുല്ലാഹ് മഹാനവറുകൾ പറയുന്നതും നിങ്ങൾ അവിടെ മുഹമ്മദ് നബി അല്ലാതെ വേറെ ആരും ദ്വാരന്തായി കാണുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ എന്തിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? ഇസ്തസ്തഗീസു എന്ന് പറഞ്ഞാൽ മതി. ഇസ്തസ്തഗീസു റബ്ബക, അങ്ങയുടെ തമ്പുരാനോട് സഹായം ചോദിച്ചപ്പോൾ എന്ന് പറയുന്നതിന് പകരം ഇസ്തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ എന്ന് പറയുന്നത് മുഅ്മിനീങ്ങളോട് മുഴുവനാണ്. നിങ്ങൾ ദുആ ചെയ്തപ്പോ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തന്നു എന്നാണ്. അപ്പൊ അതിനർത്ഥം കൂട്ടമായി ദുആ ചെയ്യുന്നതിന്റെ പരിഗണനയിലാണ് ഒരാൾ ദുആ ചെയ്യുകയും മറ്റുള്ളവർ ആമീൻ പറയുകയും ചെയ്താൽ ഉണ്ടാവുക. അങ്ങനെ കൂട്ടമായി ദുആ ചെയ്യലാണ്. നിങ്ങൾ നോക്കൂ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ, സിറാത്തൽ ലദീന, അവിടെയൊക്കെ എന്താണ്? ബഹുവചന പ്രയോഗമാണ്. അവിടെ അങ്ങനെയാണെങ്കിൽ കൂട്ടദുആ പറ്റില്ല. ഒന്നാമത്തെ തെളിവ് സൂറത്തുൽ ഫാത്തിഹ തന്നെയാണ്. ആ ഫാത്തിഹയിൽ ഒരാൾ, അതായത് ഇമാമ് ഇങ്ങനെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആമീൻ. രണ്ടും ദുആ ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരാൾ ദുആ ചെയ്യുകയും മറ്റൊരാൾ ആമീൻ പറയുകയും ചെയ്താൽ 2 പേരുടെ ദുആ ആയി.
വേറൊരാളും കൂടി ആമീൻ പറയാനുണ്ടെങ്കിൽ 3 പേരുടെ ദുആ. എത്ര ആളുണ്ടോ അവരുടെ ഒക്കെയും ദുആ. എന്തുകൊണ്ടാണ്? ഇയാൾ ഇങ്ങനെ പറയുമ്പോ ആമീൻ എന്നതുകൊണ്ട് ഉത്തരിക്ക് പിന്നെ പറയുന്നത് എന്താ? ആമീൻ എന്ന് പറഞ്ഞ അല്ലാഹുവേ നീ ഉത്തരം കൊടുക്കണമേ എന്നാണ്. അപ്പൊ അത് ദുആയല്ലേ? നീ ഉത്തരം കൊടുക്കണമേ എന്ന് പറയുന്നത് ആരോടാണ്? അള്ളാഹുവിനോട്. ആരുടെ കാര്യത്തിൽ? ഇയാൾ ദുആ ചെയ്തതിന്റെ കാര്യത്തിൽ. അപ്പൊ ഇത് ഈ പറയപ്പെടുന്ന കൂട്ടമായ അർത്ഥത്തിലുള്ള ദുആ അള്ളാഹു തന്നെ സ്ഥാപിച്ചതാണ് എന്നർത്ഥം. പിന്നെ അന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. മുർദിഫ് എന്ന് പറഞ്ഞാൽ ഒരാൾ വന്നു, അടുത്താൾ വന്നു, അടുത്താൾ വന്നു, അങ്ങനെ നിരയായി വരുന്നതിനാണ് മുർദിഫ് എന്ന് പറയാം. സാധാരണ ബൈക്കിന്റെ പിന്നിൽ കയറ്റുമ്പോ അങ്ങനെ പറയാറുണ്ട്. ബൈക്കിന്റെ പിന്നിലിരിക്കുന്ന ആളാരാണ്? മുർദിഫാണ്. എന്താ? ഇയാളുടെ പിന്നിലിരിക്കുന്ന ഒരാൾ വന്നു, അടുത്താൾ വന്നു എന്നുള്ള രൂപത്തിൽ വരുമ്പോഴാണ് മുർദിഫ്. ബി അന്നി മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 1000 പേർ. റസൂലുള്ളാ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ജിബ്രീൽ അടുത്ത് വന്നിങ്ങനെ ഇരിക്കും. റസൂലിന്റെ അടുത്ത് ആശ്വസിപ്പിക്കാൻ ഒരാൾ വേണ്ടേ? റസൂലിനെ ആശ്വസിപ്പിച്ചത് നബിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരനായ ജിബ്രീലാണ് അലൈഹിസ്സലാം. അപ്പൊ ഇങ്ങനെ ഓരോ മലക്കുകൾ വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറയും. അപ്പൊ നബി ചോദിക്കും ആരാ ജിബ്രീൽ ഇയാള്? അപ്പോ ജിബ്രീൽ തന്നെ പറയുന്നതായി ഹദീസിൽ കാണാം, എനിക്കറിയില്ല ഇയാൾ ആരാണ്. കുറെ മലക്കുകളുണ്ട്, കൂട്ടത്തിൽ ഒരാളാണെന്ന് അറിയാം. മലക്ക് തന്നെയാണ്, ശൈത്താനൊന്നുമല്ല എന്ന് നബിയോട് പറയും എന്നാണ്. അപ്പോ എണ്ണമില്ലാത്ത വിധം പുണ്യ നബിയെ സഹായിക്കാൻ വേണ്ടി മഹാന്മാരായ മലക്കുകളെ അള്ളാഹു കൊണ്ട് ചെയ്തു. ഇവിടെ 1000 പറഞ്ഞിട്ട് പിന്നെ അവസാനം പിന്നെ 5000 അള്ളാഹു പറയാൻ പോണ്ട്. അപ്പൊ അത് ഫസ്റ്റ് ഡോസ് 1000 കൊടുത്തു, പിന്നെ ശേഷം പിന്നെ അങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി ഒരു പ്രതലം ഒരുക്കാനാണ് അള്ളാഹു ഒരു മഴയും കൂടി പെയ്യിപ്പിച്ചത്. എന്തിനാ വെച്ചാൽ എല്ലാ അർത്ഥത്തിനും അള്ളാഹു ആശ്വാസം കൊടുക്കാൻ. ആർക്ക്? മഹാന്മാരായ മുഅ്മിനീങ്ങൾ. മഴ പെയ്യുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവില്ല. പ്രത്യേകിച്ചും മരുഭൂമിയിലെ മഴക്ക് പ്രത്യേക ആശ്വാസമുണ്ട്. മരുഭൂമിയിൽ മഴ പെയ്യുമ്പോൾ അറബിക്ക് കിട്ടുന്ന സന്തോഷത്തിന് വല്ലാത്തൊരു തിളപ്പാണ്. മലയാളക്കരയിലെ മഴയും മരുഭൂമിയിലെ മഴയും തമ്മിൽ കമ്പയർ ചെയ്യണ്ട. നമുക്ക് മഴ വരുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരിക്കും, പക്ഷേ അറബിക്ക് മഴ വരുമ്പോൾ തുള്ളിച്ചാടാൻ തോന്നും. അതുകൊണ്ടാണ് മഴ വരുമ്പോൾ പുണ്യനബി എന്ത് ചെയ്യായിരുന്നു? ആദ്യ മഴക്ക് നബിയുടെ മേൽവസ്ത്രം അഴിച്ചു മാറ്റി അഷ്റഫുൽ ഖൽഖ് മഴ കൊള്ളുമായിരുന്നു. കാരണം ആദ്യ മഴയിൽ ബറക്കത്തുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മഴക്ക് നബി അങ്ങനെ ആഹ്ലാദത്തോടെ ആ മഴ മുഴുവൻ നനയുമായിരുന്നു. അങ്ങനെ നനയുന്നതിൽ പ്രത്യേക ബറക്കത്ത് റസൂലുള്ള പറയുന്നു. അതിനൊരു സന്തോഷമുണ്ട്. ഇവിടെ മഴ പെയ്യിപ്പിക്കുകയാണ് അള്ളാഹു. അങ്ങനെ മഴ പെയ്യിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ സന്തോഷിപ്പിച്ച് അവർക്ക് വേണ്ട എല്ലാ നിരക്കുമുള്ള സന്തോഷം അള്ളാഹു നൽകുന്നു. അതാണ് ആദ്യം മലക്കുകളെ വിട്ട് അള്ളാഹു സന്തോഷിപ്പിച്ചു. പിന്നെ അതിനുശേഷം ഇവരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു തണുത്ത പ്രതലത്തിൽ ഉറക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചു. നല്ല ടെൻഷൻ വരുമ്പോ, ടെൻഷൻ കൂടിയ നമുക്ക് എന്തുണ്ടാവാം? വല്ലാതെ ടെൻസ്ഡ് ആയിട്ട് ആകെ വല്ലാതെ ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ ഡോക്ടറെ സമീപിക്കും അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ചെറിയ ഡോസ് ഇഞ്ചക്ഷൻ കിട്ടും. ചെറിയ മയക്കുണ്ടായ പിന്നെ അതിന് എണീക്കുമ്പോൾ അവരൊരു ആശ്വാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? ഫസ്റ്റ് ഷോക്കിൽ അങ്ങനല്ലേ? ഇവിടെ എന്തുണ്ടാവുന്നറിയോ? അള്ളാഹു ഇവർ വല്ലാതെ ടെൻസ്ഡാണ്. ആര്? മഹാന്മാരായ സ്വഹാബാക്കൾ. അവരെന്ത് ചെയ്തു? ഇത് യുഗശീകുമുന്നുആസ് അമനതം മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ ലിയുതഹിറകും ബിഹി വയുദ്ഹിബ അൻകും റിജ്സ ശൈത്വാനി വലിയർബിത അലാ ഖുലൂബികും വയുസബ്ബിത ബിഹിൽ അഖ്ദാം. ഇത് യുഗശീകുമുന്നുആസ് അമനതം മിൻ, ഒരു തൂങ്ങി ഉറക്കം നിങ്ങളെ നിർഭയമാക്കും വിധം അത് അല്ലാഹു നിങ്ങൾക്ക് പൊതിഞ്ഞു തന്നു. തൂങ്ങി ഉറക്കം, എല്ലാവരും ഇങ്ങനെ തൂങ്ങി ഉറങ്ങാം. അപ്പോഴാണ് സഹാബാക്കൾ പറയുന്നത് എല്ലാവരും ഉറങ്ങി. നല്ലോണം മഴ പെയ്തിട്ട് തണുത്തൊരു അന്തരീക്ഷം ഉണ്ടായി. മാത്രമല്ല മണൽക്കാട്ടിൽ മഴ പെയ്തിട്ട് കിട്ടുന്ന മറ്റൊരു അവസ്ഥ എന്താ അറിയോ? നല്ലോണം മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണലൊന്ന് പതിഞ്ഞു വരും. അപ്പോ നടക്കാൻ എളുപ്പമാവും. യുദ്ധത്തിന് ആവശ്യമായ പ്രതലം മുഹമ്മദ് നബിക്ക് അള്ളാഹു ഒരുക്കി കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അതായത് നനഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമിക ഒന്ന് ഉറക്കും. ഉറച്ച സ്ഥലത്തൂടെ നടക്കാൻ ആവശ്യമാവുന്ന വിധത്തിൽ അവർക്കൊരു ആഹ്ലാദം റസൂലുള്ള ഹൈക്കയുടെ സമൂഹത്തിന് സ്വഹാബത്തിന് അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു. മാത്രമല്ല നനയുമ്പോൾ മനസ്സും നനയും, ഹൃദയം തണുക്കും. പ്രത്യേകമായൊരു മാനസിക പശ്ചാത്തലത്തിലേക്ക് അവരെത്തും. ഒന്നും മയങ്ങി എണീക്കുമ്പോൾ ഒരു സുഖം കിട്ടും. അതിന് അവരൊന്ന് ഉറക്കി. അപ്പോഴും ഒരാൾ മാത്രം ഉറങ്ങാതിരുന്നു എന്ന് സ്വഹാബി. ആരാണത്? കരഞ്ഞ് സുബഹി വരെയും ദുആ ചെയ്യുന്നു മുഹമ്മദ് റസൂൽ.
اللهم هذه عير قريش فيها الأموال فأخرجوا إليهم لعل الله أن ينفلوكمهما. هذه عير قريش, അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, ഒരു പക്ഷേ നിങ്ങൾക്ക് അതെല്ലാം അള്ളാഹു തരും. അള്ളാഹു തരും. ഇത് ദുആയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഉറങ്ങുകയായിരുന്നു ആണ് മാകാന ഫീനാ ഫാരിസുൻ ബദ്രി വനിഖബി അലാ ഫർസിൻ അബ്ലഖ് ആയിരുന്നു. വലഖദ് റഅയ്തുനാ വമാ ഫീനാ ഇല്ലാ നായിമുൻ ഇല്ലാ റസൂലുള്ളാഹ്. ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങളെല്ലാം ഉറങ്ങാണ്, പക്ഷെ ഒരാൾ മാത്രം ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു മരത്തിന്റെ ചുവട്ടിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലാണ്. വയബ്കി, നബി ഇങ്ങനെ കരയാണ്. റസൂൽ കരയാണ്. നിങ്ങൾ പരിഭ്രാന്തരായിരുന്നു, നിങ്ങൾ യുദ്ധം ചെയ്യാൻ വരുന്നതിന്റെ യാതൊരു സജ്ജതയുമില്ലാതെ വന്നവരായിരുന്നു. അപ്പോഴുണ്ടായ നിങ്ങളുടെ പരിഭ്രാന്തി പൈശാചികമായ ബാധയായി മാറാതിരിക്കാൻ ആവശ്യമാകുന്ന വിധം നിങ്ങൾക്കൊരു ചെറിയ ഒരു ഉറക്കു നൽകി, നിങ്ങൾക്കൊരു ട്രീറ്റ്മെന്റ്, ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നു. നിങ്ങളെ പൈശാചികമായ സകല ബാധയിൽ നിന്നും മാറ്റി. ഒരു ഉറക്ക് പിശാചിന്റെ ബാധയിൽ നിന്നും മാറാൻ നല്ലതാണ്. ഒന്ന് മയങ്ങട്ടെ, അവൻ എണീക്കുമ്പോ അവന്റെ മനസ്സു നന്നാവും. അല്ലെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ഒന്ന് കെട്ടാൻ വേണ്ടി, കെട്ടുക എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു ഒന്ന് ഭദ്രമാക്കാൻ, നിങ്ങളുടെ കാലുകൾ ഉറച്ചു നിർത്താൻ വേണ്ടി. കാലുകൾ ഉറക്കാന്ന് പറഞ്ഞതിന് ഈ രണ്ടർത്ഥമുണ്ട്. അതായത് മനസ്സുറക്കുമ്പോ കാലുറക്കും, മറ്റൊന്ന് പ്രതലമുറക്കുക എന്നർത്ഥത്തിലാണ്. പ്രതലമുറക്കാൻ മഴ പെയ്തിട്ട് അവിടെ ഒന്ന് ആ മണൽ ഭൂമികയെ ഒന്ന് അല്ലാഹു ശരിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ പ്രതലവും ഉറച്ചു. എന്നിട്ട് ആ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് റസൂൽ പറയുന്നത്, ഹാദാ മസ്റഉ, ഹാദാ മസ്റഉ അബീ ജഹൽ, ഹാദാ മസ്റഉ ശൈബ, ഹാദാ മസ്റഉ ഉത്ബ. ഇത് ഉത്ബയുടെ മരണസ്ഥലം, ഇത് അബൂജഹലിന്റെ മരണസ്ഥലം, ഇത് ഇന്നയാളുടെ മരണസ്ഥലങ്ങൾ എന്ന് മുഹമ്മദ് നബി. അതാണ് യുദ്ധം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ അബൂജഹൽ എവിടെയെന്ന് ചോദിക്കുന്നത്. അബൂജഹൽ എവിടെ? അപ്പോഴാണ് സ്വഹാബാക്കൾ എല്ലാവരും ആലോചിക്കുന്നത്, അബൂജഹല് ഇനിയും ജീവിച്ചിരിക്കുന്നുണ്ടാവോ? ഇവൻ തീർന്നില്ലേ? ഇവരാരും കൊന്നതിനെ കുറിച്ച് ഓർക്കണേയില്ല. അവസാനം അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓടിച്ചു നോക്കുമ്പോ അബൂജഹൽ മരിച്ചിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, അവൻ കിടക്കാൻ സാധ്യതയുള്ള സ്ഥലം നബി ആദ്യമേ തന്നെ കുറിച്ചിട്ടിരുന്നു. ആ സ്ഥലത്ത് പോയി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് തങ്ങൾ നോക്കുമ്പോ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ഇയാള് മരണ വക്ത്രത്തിലാണ്. കാരണം 2 കുട്ടികൾ കൂടി ഏതാണ്ട് ശരിയാക്കിയിരുന്നു ഇവനെ. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ 2 സൈഡുകളിലും നിന്നിരുന്നത് 16 വയസ്സുകാരായ 2 കുട്ടികളായിരുന്നു. ഇബ്നു അഫ്രാ എന്നാണ് അവരെ കുറിച്ച് പറയാതെ. അഫ്രാ എന്ന് പറയുന്ന ഒരു മാതാവിന്റെ 2 മക്കളാണവർ. ആ 2 മക്കൾ ഈ നബി പിന്നെ ഈ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ അടുക്കൽ നിൽക്കുമ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് ഒരു മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അണിയിൽ പടച്ചോനെ, എനിക്ക് മുമ്പിൽ റസൂലുള്ളാഹി ഒരുക്കി തന്നിട്ടുള്ള 2 കൂട്ടാളികളായി നിൽക്കുന്ന, ഇരുവശത്ത് നിൽക്കുന്നവർ ചെറിയ മക്കളാണല്ലോ. യുദ്ധത്തിന് പോകുമ്പോൾ ഇവരുടെ സഹായം കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാവൂലോ, എന്തായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ ആശങ്കപ്പെട്ടിരുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അപ്പോഴാണ് ഒരു കുട്ടി പതുക്കെ തോന്നിയിട്ട് ചോദിക്കാണ്, അമ്മി ഐന അബൂജഹൽ, ഐന അബൂജഹൽ. ആരെയാ ചോദിക്കുന്നത്? ഖുറൈശികളുടെ നേതാവിനെ. ഐന അബൂജഹൽ. അപ്പോ അബ്ദുറഹ്മാൻ ഔഫ് ചോദിച്ചു, അബൂജഹൽ എന്ത് ചെയ്യാനാ? പറഞ്ഞിട്ടെ, ബാക്കി ഞാൻ ചെയ്യാം. പറഞ്ഞു തന്നാൽ എന്റെ പ്രവാചകനെതിരായി വർത്തമാനം പറഞ്ഞ നേതാക്കളുടെ കൂട്ടത്തിലെ നേതാവ് അവനാണ്. അവനെ കാണിച്ചു തന്നാ മതി. ഞാൻ ചോദിക്കുന്നതൊന്നും മറ്റാൾ അറിയണ്ട കേട്ടോ, ഞാൻ മാത്രം അറിഞ്ഞാ മതി. അയാളെ ഞാൻ ശരിപ്പെടുത്തുമെന്ന്. ആരാ മറ്റേയാള്? സൈഡിൽ നിൽക്കുന്ന സഹോദരൻ. അപ്പോ അബൂജഹൽ എന്നെ ചോദിക്കാൻ മാത്രം കേമന്മാരാണ് ഇവരെന്നുള്ള തോന്നലിൽ അബ്ദുറഹ്മാൻ ഔഫ് വലത്തു നിന്ന ആളോട് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞു നോക്കുമ്പോണ്ട് എടുത്തുന്നൊരു തോണ്ടല്. ഇടത്തും തോണ്ടിട്ട് ഇതേ ചോദ്യം, അമ്മി ഐന അബൂജഹൽ, ഐന അബൂജഹൽ, ഐന അബുൽ ഹക്കം, എവിടെ അവൻ? അപ്പോ
ഇതേ ചോദ്യം തന്നെ ചോദിച്ചു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അയാൾ ആരാന്ന് നിനക്കറിയില്ലേ? അയാളെ നീയൊക്കെ എന്ത് ചെയ്യാനാണ്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ കാണിച്ചു തന്നാൽ മതി, ബാക്കി ഞങ്ങൾ ശരിയാണ്. ഇവ രണ്ടുപേരും കണ്ടപ്പോഴാണ് അയാളെ നിലം പരിശാക്കിയിട്ടത് ആരാണ്? ഈ രണ്ടു കുട്ടികളാണെന്നാണ്. അവസാനം കൊന്നതാരാ? അബ്ദുറഹ്മാൻ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഇബ്നു മസ്ഊദ് ഒരു ചട്ടുകാരനാണ്, ചെറിയ കാലിന് പ്രശ്നമുള്ള ആളാണ്. ഇയാളാണെങ്കിലോ നല്ല പർവ്വത സമാനനായ ആളാണ്. ആര്? അബൂജഹൽ. അബൂജഹൽ കിടന്നിട്ട് മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങൾ ഒരു വാളുകൊണ്ട് കുത്തിയിട്ടാണ് അത്രേ ഇയാളുടെ മുകളിലേക്ക് ചാടിക്കയറിയത്. കാരണം ഇയാളുടെ മുകളിലേക്ക് അത്ര കയറാൻ അങ്ങനെ കയറി ഇരുന്നിട്ട് ഈ വാളിങ്ങനെ എടുത്തിട്ട് ചോദിച്ചപ്പോ ഇവൻ പറയാണ്, ഈ നിന്നെപ്പോലത്തെ ആൾക്കാരൊന്നും ആയിരുന്നില്ല എന്നെ കൊല്ലേണ്ടത്, തണ്ടേടൊക്കെയുള്ള ആളുകൾ വരേണ്ടിയിരുന്നു. ഏതായാലും നീ അല്ലേ കൊല്ലാൻ പോണത്, കൊന്നോ. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്നെ കൊന്നിട്ട് ആ കഴുത്ത് കൊണ്ടുപോയി, തലയും കഴുത്ത് കൊണ്ടുപോയി മുഹമ്മദിന് കൊടുക്കുമ്പോ മുഹമ്മദിന് പേടി തോന്നണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാതിരി എന്നെ അറക്കണം എന്ന് പറഞ്ഞു. അതെങ്ങനെ അറക്കുക? ഈ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് അറുത്തെടുത്തിട്ട് ഇങ്ങനെ എടുത്താൽ ഈ ശരീരത്തിന്റെ പകുതി ഭാഗത്തോടു കൂടെ അറക്കണം. അങ്ങനെ അറുത്താൽ ഈ മുഖം ഇങ്ങനെ ആ നെഞ്ചോടുകൂടി നിൽക്കുന്ന ആ ഭാവം കണ്ടാൽ മുഹമ്മദ് പേടിച്ചോളും. അതുകൊണ്ട് നീ അങ്ങനെ ആയിരിക്കണം എന്നെ കൊല്ലണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഇബ്നു മസ്ഊദ് അങ്ങനെ തന്നെ കൊന്നതെന്നാണ്. കൊല്ലാൻ വല്ലാതെ ബുദ്ധിമുട്ടിയെന്നാണ്. നല്ലോണം വെട്ടിയിട്ടും ഇവൻ ഏക്കാത്ത വിധം അവസാനം അങ്ങനെ നിലംപരിശായ ഈ അബൂജഹലിനെ കൊന്നുകളഞ്ഞു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇവനെ ഒക്കെ കൂടി വലിച്ച് അവസാനം യുദ്ധം കഴിയുമ്പോൾ ഇവരെല്ലാവരും കൂടി വലിച്ചു കൊണ്ടുപോയി ഒരു കിണറ്റിലേക്ക് അല്ലാഹ് റസൂൽ ഇടുന്നുണ്ട്. എന്നിട്ട് ആ കിണറ്റിൽ ചെന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, യാ അബാ ജഹൽ ഇബ്ന ഹിശാം, യാ ഉമയ്യത ഇബ്ന ഖലഫ്, യാ ഉത്ബത ഇബ്ന റബീഅ, യാ സൈബത ഇബ്ന റബീഅ, അലൈസ ഖദ് വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ ഫഇന്നി ഖദ് വജദ്തു മാ വഅദനി റബ്ബി ഹഖ്ഖാ. അബൂജഹൽ, ഹിശാമിന്റെ മോൻ അബൂജഹൽ, ഖലഫിന്റെ മോൻ ഉമയ്യ, റബീഅയുടെ മോൻ ഉത്ബ, റബീഅയുടെ മോൻ ശൈബ. രണ്ടു സഹോദരന്മാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. രണ്ടു സഹോദരന്മാർ, അതായത് ഹിന്ദിന്റെ രണ്ട് സഹോദരന്മാരായ ഉത്ബയും ശൈബയും. അവരൊക്കെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ, അലൈസ ഖദ് വജദ്തും മാ വഅദ റബ്ബുകും ഹഖ്ഖാ, നിങ്ങൾക്ക് നിങ്ങളുടെ തമ്പുരാൻ വാഗ്ദാനം ചെയ്തത് സത്യമായി വന്നോ? കാരണം അബൂജഹൽ പോരുമ്പോ പറഞ്ഞിരുന്നു, പടച്ചോനെ ഹഖ് ഏതാണെങ്കിലും വിജയിപ്പിക്കണമെന്ന്. അത് അല്ലാഹ് സ്വീകരിച്ചു. ചിലപ്പോ പടച്ചോൻ അങ്ങനെയും ചെയ്യാറുണ്ട്. പടച്ചോനെ ഹക്കിന്റെ ഭാഗത്തെ സ്വീകരിക്കണമെന്ന് എവിടെ പോയി ദ്വാരുന്നത്? കഅബയിൽ പോയിട്ട്. അവിടുന്ന് മൂപ്പരെന്ത് ചെയ്യണത്? ഇങ്ങോട്ട് പോരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാണ്, നിനക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തൊക്കെ പാലിച്ചോ? എന്നാൽ എനിക്ക് എന്റെ റബ്ബ് എന്നോട് കരാർ ചെയ്തത്, എന്നോട് വാഗ്ദാനം ചെയ്ത് അള്ളാഹു പാലിച്ചിട്ടുണ്ട്. അതിന്റെ തെളിവാണ് നിന്നെപ്പോലുള്ള ഒരു കിണറ്റി കിടക്കുന്നത്. ഉമർ എപ്പോഴും സംശയക്കാരനാണ്. ഇപ്പൊ സമയ ഉമർ ഖൗലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറയണത് ഉമർ കേട്ടു. ഫഖാല യാ റസൂലല്ലാഹ് കൈഫ യസ്മഊന, ഇമാതിരി ഒച്ചുണ്ടാക്കി വെറുതെ വിളിച്ചു വെച്ചാൽ അവരൊന്നും കേൾക്കുമോ? അവര് ചത്തുമലച്ച് കിണറ്റി കിടക്കുമ്പോ കൈഫ യസ്മഊന യാ റസൂലല്ലാഹ്, അവരെങ്ങനെ കേൾക്ക? അപ്പോ നബി തിരുമേനി പറയാണ്, അന്ന യുജീബൂന വഖദ് ജയ്യഫു, അത്രയും കൂടി പറയണ്ട്. അന്ന യുജീബൂൻ, അവരെങ്ങനെ നബിയെ ഉത്തരം തരാ? നിങ്ങൾ ഈ ചോദ്യമൊക്കെ ചോദിച്ചാൽ എങ്ങനെ ഉത്തരം തരാ? അവർ മലച്ചില്ലേ, ചത്തുപോയില്ലേ, അവർ ചീഞ്ഞു പോയില്ലേ, പിന്നെ എങ്ങനെയാ അത് ചെയ്യാ? ഖാല വല്ലദീ നഫ്സീ യദു മാ അൻതും ബിഅസ്മഅ ലിമാ അഖൂലു മിൻഹും വലാകിന്നഹും ലാ യഖ്ദിറൂന അൻ യുജീബൂ. വല്ലദീ നഫ്സീ ബിയദിഹി, ആരുടെ കയ്യിലാണോ എന്റെ ആത്മാവ് സ്ഥിരമായിരിക്കുന്നത്, മാം തുമ്പി അസ്മാ, നിങ്ങളൊന്നും ഇത്രയേറെ കേൾക്കുന്നില്ല. നബി പറയാണ്, ലിമാ അഖൂലു മിൻഹും, ഇവർ ഞാൻ പറയുന്നത് ഇവർ കേൾക്കുന്നതിനേക്കാളും ഏറെയൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല. വലാകിന്നഹും ലാ യഖ്ദിറൂന അൻ യുജീബൂ, അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്നേ ഉള്ളൂ. അവർ കേൾക്കുന്നു എന്നാര് പറയുന്നു? ഇത് വിശദീകരിച്ചിട്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇതിൽ നിന്നൊരു തെളിവ്, വഫീ ഹാദാ മാ യദുല്ലു അലാ അന്നൽ മൗത ലൈസ ബിഅദമി മഹ്ദിൻ, മരണം എന്ന് പറഞ്ഞാൽ സമ്പൂർണമായ ഇല്ലായ്മയെ അല്ല. മരണം എന്ന് പറഞ്ഞാൽ വലാ ഫനാഅ സർഫിൻ,
അത് ഒരു തരത്തിൽ തീർത്തും നാശവുമല്ല. തീർത്തുമുള്ള നാശമല്ല, തീർത്തുമുള്ള അഭാവമല്ല. ശരീരത്തോട് ആത്മാവ് ബന്ധിതമാകുന്നില്ല എന്നേ ഉള്ളൂ. ശരീരത്തോട് ആത്മാവ് ബന്ധിതമാകുന്നില്ല, മറിച്ച് അത് അതിന്റെ സംവേദനം കേൾക്കുക തന്നെ ചെയ്യുന്നു എന്നാണ് മഹാനായ ഇമാം ഖുർത്തുബി. അതുകൊണ്ടാണ് പുണ്യനബി ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നൽ മയ്യിത ഇദാ വുദിഅ ഫീ ഖബ്രിഹി, മയ്യിത്ത് അതിന്റെ ഖബറിൽ വെക്കപ്പെട്ടാൽ വതവല്ല അൻഹു അസ്ഹാബുഹു, അനുയായികളായിരുന്ന കൂട്ടുകാർ മുഴുവനും അവിടുന്ന് പതുക്കെ പിരിഞ്ഞു പോകുമ്പോ ഇന്നഹു ലയസ്മഉ ഖർഅന ആലിഹിം, അവരുടെ ചെരുപ്പിന്റെ പദനിസ്വനം പോലും ആര് കേൾക്കുന്നു? മരിച്ചയാൾ പിരിഞ്ഞു പോകുമ്പോ. അതുകൊണ്ടാ റസൂൽ എല്ലാവരും പെട്ടെന്ന് പിരിഞ്ഞു പോകരുതേ. അവിടെ ഒരു ഒട്ടകത്തിന്റെ മാംസം അറുത്തു വിതരണം ചെയ്യുന്ന സമയം വരെയും മുഅ്മിനീങ്ങളെ നിങ്ങൾ ആ ഖബറാളിയുടെ അടുത്ത് നിൽക്കണം. ഖബറിന്റെ അരികിലൂടെ പോകുമ്പോ ബന്ധു പോകുന്ന സമയത്ത് ആ ഖബറിൽ നിന്ന് അയാളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, എന്നെ അറിയാതെ പോയോ? അല്ലാഹുമ്മ ഗ്ഫിർ ലഹും, അല്ലാഹുമ്മ അർഹംഹും, അല്ലാഹുമ്മ അഫു അൻഹും, അല്ലാഹുമ്മ ആഫിഹിം, അല്ലാഹുമ്മ വസ്സിഅ ഖുബൂറഹും, അല്ലാഹുമ്മ വസ്സിഅ ഖുബൂറഹും മദ്ദ, അല്ലാഹുമ്മ വസ്സിഅ ഖുബൂറഹും മദ്ദ അസ്സമാവാതി വൽ അർദ്, അല്ലാഹുമ്മ വസ്സിഅ ഖുബൂറഹും, അല്ലാഹുമ്മ സയ്യിൻ ഖുബൂറഹും യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഖഅറനി ആലിഹിം, അവരുടെ ചെരുപ്പിന്റെ അടി പോലും, അവർ കാൽ വെച്ചു പോകുന്നത് പോലും അവർ കേൾക്കും എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മരിച്ചൂടെ തീരൂല കേട്ടോ. മരിച്ച തീരുമെങ്കിൽ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്താ പറയണേ? അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറിൽ കിടക്കുന്നവരെ നിങ്ങൾക്ക് സലാം. ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങൾക്ക് നിങ്ങളോടുകൂടെ ചേരേണ്ടതുണ്ട്. നിങ്ങളിപ്പോ നേരത്തെ പോയിരുന്നുള്ളൂ, ഞങ്ങൾ പിന്നെ വരുന്നുണ്ട്. ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അതുകൊണ്ട് സഹോദരന്മാരെ, മരിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവസാനിച്ചു എന്നല്ല. മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയതാണ്. നമ്മൾ ഒരുപാട് യാത്രകൾക്ക് ശേഷമാണ് ഇവിടെ എത്തിയത്. ഒന്ന് ആലമുൽ അർവാഹ് എന്നൊരു യാത്ര, പിന്നെ മാതൃഗർഭപാത്രത്തിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടൊരു യാത്ര, ഇവിടുന്ന് ഇനി അതുപോലൊരു യാത്ര. ആ യാത്രക്ക് മുമ്പേ ഒരു താവളം. അതുകൊണ്ടാണ് നീ ആ താവളത്തിൽ ഒരു ക്രോസ് റോഡ് എന്ന രീതിയിൽ മാത്രമേ നിൽക്കാവൂ. ക്രോസിംഗ് റോഡ് എന്തേ ഉള്ളൂ? റോഡ് മുറിച്ചെടുക്കുന്ന ആള് ഇങ്ങനെ ആ നടുക്ക് ചെന്ന് നിന്നാ എന്തുണ്ടാവാ? അങ്ങനെ ആരെങ്കിലും ചെയ്യോ? അതുപോലെ പെട്ടെന്ന് കടന്നു പോകാനുള്ളതാണ്. ഒരുപാട് നേരം നിൽക്കാനുള്ളതല്ല. സത്രങ്ങളിൽ താമസിച്ചവനെ പോലെയാണ്. സത്രങ്ങളിൽ ആരും ഒരുപാട് കാലം താമസിക്കാറില്ല. അതുപോലെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിദേശത്ത് പോയവനെ പോലെയാണ്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവനെ പോലെ. പ്രവാസിയുടെ ജീവിതം മാത്രം. പ്രവാസി എല്ലാം ഒരുക്കിയിട്ടല്ല അവൻ വീട് പ്രവാസ ലോകത്തുണ്ടാക്കുന്നത്. കുറച്ച് ബാക്കി വെക്കും, അതിവിടെ എന്ന പോലെ നമ്മൾ എല്ലാം കരുതി വെക്കാൻ പ്രവാസി കരുതി വെക്കുന്നത് പോലെ നാട്ടിൽ പോകണം. നാട്ടിൽ പോകുമ്പോൾ വീട്ടിലെന്തെങ്കിലും കൊടുക്കണം, അതിന് കരുതി വെക്കുന്നത് പോലെ നമ്മൾ കരുതി വെക്കണം. അങ്ങോട്ട് പോകാൻ, ഖബറിലേക്ക് പോകാൻ. ഖബറിൽ ചെല്ലുമ്പോൾ വലിയ കരുതലാണ്. ഈ ഇരുന്നതൊക്കെ അല്ലാഹു അങ്ങനെ സ്വീകരിക്കട്ടെ. ഈ ഇരുന്നത് നിസ്സാരല്ല. ഈ ഇരുന്നത് ഖബറിലേക്ക് വരും. സാലിഹായ ഒരു ചെറുപ്പക്കാരനെ പോലെ ഖുർആൻ വരുമെന്ന് മുഹമ്മദ് നബി. എന്നിട്ട് സലാം ചെല്ലും, അസ്സലാമു അലൈക്കും. അവനെ നോക്കൂ, ആരാ നീ ഓടിയ രാവുകൾ, നീ എനിക്ക് എന്നെ ഓതി തീർത്ത ആ സമയങ്ങളില്ലേ, അതെല്ലാം കൂടിയുള്ള ഒരു കൂട്ടായ ഹസനാത്ത്, ആ നന്മയാണ് ഞാൻ എന്ന് പറയും. അയാൾ വന്നിട്ട് പറയും, പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ടാവും. നിന്റെ ഇരുട്ടിന്റെ ഗർഭങ്ങളുടെ അനന്തതയും ഇതിന്റെ ഈ വല്ലാത്ത ഏകാന്തതയുടെ ഉള്ളിലും ഞാൻ വന്നിട്ടുണ്ടാകും, വെളിച്ചമുള്ള പ്രകാശായി. അപ്പൊ ഈ ഖുർആൻ എന്ന വലിയ കൂട്ടുകാരനാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖബർ ആർക്കാ ഒരുക്കി വെച്ചിട്ടെന്ന് ആർക്കും പറയാനാവൂല. അള്ളാഹു നമ്മളെ ആ ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങളിൽ അള്ളാഹു സ്വീകരിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടട്ടെ. അപ്പോ ഈ ഹദീസ് വളരെ പ്രധാനമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്,
മരിച്ചു എന്നതുകൊണ്ടൊന്നും അവസാനിക്കില്ല, മരിച്ചവരോടും ഒന്നും അവസാനിക്കില്ല. അതുകൊണ്ടാണ് മരിച്ചവരോടും നമുക്ക് ഈ കൂട്ടുബന്ധം ഉണ്ടാവുന്നത്. ആ ബന്ധാണ്, അല്ലാതെ അവരാരും ഇലാഹോ പടച്ചോനോ ആയിട്ടല്ല. അങ്ങനെ മനസ്സിലാക്കേണ്ട. മുഅ്മിനീങ്ങളായ മരിച്ചുപോയവർ അവർ നമ്മുടെ കൂട്ടുകാർ തന്നെയാണ്. നിങ്ങൾ ആ ഫിലോസഫി അങ്ങനെ മനസ്സിലാക്കാതെ അവർ ഇലാഹുകളാണെന്ന് ആരോ പറഞ്ഞത് മനസ്സിലാക്കണ്ട. അവർ നമ്മുടെ സഹോദരന്മാരാണ്. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടി ദ്വാരക്കുന്നത്. വലി ഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരന്മാർ ആരാണവർ? മുഅ്മിനീങ്ങളാണ്. അവരും നമ്മൾ തമ്മിലൊരു വലിയ ബന്ധമുണ്ട്. അവരോട് നമുക്ക് ദ്വാരക്കാൻ പറയാം, ഒരു കുഴപ്പമില്ല. ദ്വാരക്കണം കേട്ടോ. ആരോടാ പറയേണ്ടത്? മരിച്ച സ്വാധീനങ്ങളോട് നമുക്ക് പറയാം. അവരുടെ ഖബറിന്റെ മുമ്പിലും പോയി പറയാം. എന്തുകൊണ്ട് പറയാം? ഇവിടെ ജീവിക്കുന്നവനെ പോലെ, ഇവിടെ ജീവിക്കുന്ന ഒരാളോട് നമ്മൾ പറയില്ലേ, ദ്വാർക്കണം, എന്റെ കാര്യമാകെ ഒരു ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾ ദ്വാ ചെയ്യണം. നിങ്ങൾ ദ്വാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, നിങ്ങളൊരു സാലിഹായ മനുഷ്യനാണ്. അയാളോട് അങ്ങനെ സാലിഹായ മനുഷ്യനാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ നിനക്കെന്തെങ്കിലും കുറവുണ്ടോ? ഞാൻ മാത്രമേ സാലിഹ്, നീ സാലിഹല്ലാന്നാണോ? നീ ദ്വാരന്നാൽ അള്ളാഹു സ്വീകരിക്കും എന്ന് പറഞ്ഞതിന്റെ പേരില് അയാൾ ഇലാഹൊന്നുമല്ല. ഏത് വിഡിത്താണ് നിങ്ങളെ ഏത് ഹമുക്ക് പഠിപ്പിച്ചതാണ് ഈ തത്വശാസ്ത്രം? അയാളോട് അങ്ങനെ പറഞ്ഞാൽ അതോടെ അയാൾ പടച്ചോനാവുകയും നിങ്ങൾ മുശ്രിക്കാവുകയും ചെയ്യുമെന്ന് അങ്ങനെയല്ല. അത് മറിച്ച് മഹാനായി മരിച്ചുപോയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തോട് നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം. എന്തിനാണത്? ഞാൻ നിങ്ങളെപ്പോലെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു സഹോദരനാണ്. ആ സഹോദരി ബന്ധത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അള്ളാഹുവിനോട് ആര് ദ്വാരക്കും? ആ ഖബറിൽ കിടക്കുന്നവൻ ദ്വാ ചെയ്യും. ഖബറിൽ കിടക്കുന്നവന് ദ്വാരക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അയാൾ സ്വാലിഹാണെങ്കിൽ അയാൾക്ക് അതിന് പറ്റും. അയാൾ ദ്വാ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് മഹാന്മാരുമായുള്ള ബന്ധം ആത്മീക വളർച്ചയ്ക്ക് നല്ലതാണ്. അതുകൊണ്ട് മഹത്തുക്കളുടെ ഖബറുകളെ സിയാറത്ത് ചെയ്യലും നല്ലതാണ്. അത് നമ്മളെ ആത്മീകമായി വലുതാക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ആത്മീക ബന്ധം എവിടെ നിന്നുണ്ടാവും? സൽസംഘങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. ഏതാ സൽസംഘങ്ങൾ? നല്ല മനുഷ്യരുടെ കൂട്ട്. നല്ല മനുഷ്യർ മരിച്ചാലും ജീവിച്ചാലും ഒന്നുപോലെയാണ്. നല്ല മനുഷ്യരോട് കൂട്ടുകൂടിയിട്ടില്ലെങ്കിലോ നാളെ അവസാനം അവിടെ ചെല്ലുമ്പോ കൈ രണ്ടും പിടിച്ചിട്ട് പറയും, പടച്ചോനെ നല്ലോമാരാരും എനിക്ക് കൂട്ടുണ്ടായില്ല, കൂടിയതൊക്കെ എന്നെ പഴപ്പിക്കണമായിരുന്നു. ആര് പറയും? കൂട്ടുകാർ. അങ്ങനെ പറയാൻ ഇടവരുത്താതിരിക്കട്ടെ. അതുകൊണ്ട് നല്ലവരുമായി അള്ളാഹു നമ്മളെ കൂട്ടുപിടിക്കട്ടെ. നല്ലവർ മരിച്ചാലും ജീവിച്ചാലും അവർ നല്ലവരായി അത്തരത്തിലുള്ള മക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അർഹമുർ റഹീമിനായ റബ്ബേ, ഈ പരിശുദ്ധമായ സദസ്സിൽ നിന്റെ മുമ്പിൽ നിന്റെ വിശുദ്ധ വചനങ്ങൾ പാരായണം ചെയ്യുകയും പറയുകയും ചെയ്തതിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമിനായ അള്ളാഹുവേ, നീ ഞങ്ങളുടെ പരിശുദ്ധമായ ഈ ക്ലാസ്സിനെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഇതിന്റെ ഗുണഫലങ്ങൾ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും നീ നൽകണേ റഹ്മാനെ. റഹീമേ, ഈ വിശുദ്ധമായ സദസ്സിലിരുന്നതിന്റെ പേരിൽ നീ ഞങ്ങൾക്ക് ഖബറിൽ നീ വിശുദ്ധ ഖുർആനിന്റെ കൂട്ട് നീ നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങൾ പാപികളാകും വിധം നീ ഞങ്ങളെ നിന്റെ പരിശുദ്ധമായ സാന്നിധ്യത്തിലേക്ക് വിളിക്കരുതേ അല്ലാഹ്. റഹീമുർ റഹീമിനായ അല്ലാഹുവേ, ഞങ്ങളിൽ ഒരുപാട് ആളുകളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന പല സഹോദരന്മാരുടെയും അല്ലാഹുവേ നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. കടബാധ്യതകളെ നീ മാറ്റിത്തരണേ റഹ്മാനെ. കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. റബ്ബേ, സ്വാലിഹീങ്ങളായ മക്കളെ നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. യഹ്യാ നബിയെ സക്കരിയ നബിക്ക് കൊടുത്ത പടച്ചോനെ, ഇബ്രാഹിം നബിക്ക് ഇസ്മായിലിനെ കൊടുത്ത റബ്ബേ, വാർദ്ധക്യത്തിലും ജീവിതത്തിലും വന്ധ്യതയിലും മക്കളെ കൊടുക്കാൻ നീ മാത്രം കഴിവുള്ളവനാണ്. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. മക്കളെ സ്വാലിഹീങ്ങളും ആബിദീങ്ങളും ഹാഫിലീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാഹ്. ദീർഘായുസ് തരണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, പെട്ടെന്നുള്ളൊരു മരണവും നീ ഞങ്ങൾക്ക് വിധിക്കരുതേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാഹ്. ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ, സഹോദരന്മാർ, ബന്ധപ്പെട്ടവർ നീ കാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമിനായ അല്ലാഹുവേ, ഈ വിശുദ്ധമായ ഈ സമയത്ത് തന്നെ ഞങ്ങൾ ഇന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കണേ റഹ്മാനെ. റബ്ബേ, അവരുടെ ഖബറുകൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഈ വിശുദ്ധമായ പരിശുദ്ധ ഖുർആനിന്റെ ഈ സദസ്സിന്റെ ഹക്കുകൊണ്ട് ആ ഖബറുകളിൽ നീ സ്വർഗീയ തോപ്പ് നൽകണേ റഹ്മാനെ. അവിടെ നീ സമാധാനം നൽകണേ അല്ലാഹ്. അവിടെ അദാബിൽ നിന്നൊന്നും നീ കൊടുക്കരുതേ റഹ്മാനെ. വലൗ ലഹ്ദത്തൻ, ഒരു നിമിഷം പോലും, ഒരു അർദ്ധനിമിഷം പോലും നീ അദാബ് കൊടുക്കരുതേ റഹ്മാനെ.
അള്ളാഹുവെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ മരിച്ചുപോയവരുടെ ഖബറുകളൊക്കെ